Praise the Lord. ദൈവത്തിന് സ്തോത്രം. Shall we read again from Psalm 50 and verse 5? 50-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. Gather my saints together unto me, those that have made a covenant with me by sacrifice. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Society is becoming freer and freer. There is no restrictions. Everything is becoming permissive as days go by. ദിവസങ്ങൾ കടന്നു ചെല്ലുന്തോറും സമൂഹത്തിൽ യാതൊരു നിബന്ധനകളോ യാതൊരു നിയമ തടസ്സങ്ങളോ ഇല്ലാത്ത വിധത്തിൽ അധികം സ്വാതന്ത്ര്യമായി തീർന്നുകൊണ്ടിരിക്കുകയാകുന്നു. Everything that was called sin a few years ago is being called fashion today. ചില കാലങ്ങൾക്ക് മുമ്പ് വരെ പാപം എന്ന് വിലയിരുത്തപ്പെട്ട അനേക കാര്യങ്ങൾ ഇന്ന് ആർഭാടം എന്ന് വിലയിരുത്തപ്പെടുന്ന കൂട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. St. Paul said that the mystery of iniquity is already at work. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചു തുടങ്ങിയിരിക്കുന്നു. Another word for that iniquity in the Greek language is lawlessness. അധർമ്മത്തിന് മറ്റൊരു അർത്ഥം ഗ്രീക്ക് ഭാഷയിൽ പ്രമാണം ഇല്ലായിക എന്നാകുന്നു. So the mystery of lawlessness is working. So as days go by, everything is okay. ആകയാൽ ശരിയായ പ്രമാണമില്ലാത്തതിന്റെ ആ മർമ്മം വളർന്നുകൊണ്ട് വരുമ്പോൾ ദിവസങ്ങൾ കഴിയും തോറും എല്ലാം ശരിയെന്ന് തോന്നുന്ന ഒരു കാലഘട്ടമാകും. The world might say everything is okay. ലോകം എല്ലാം ശരിയെന്ന് പറഞ്ഞാലും കൂടെ But God is unchanging. നമ്മുടെ ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. He wants us to enter into a bond, to tie ourselves to Him with a bond, a covenant. അവൻ നാം തന്നോട് ചേർന്ന് ഒരു ഉടമ്പടിയാൽ നിയമത്താൽ തന്നോട് ബന്ധിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. And that's what we have been studying in the past days. അതായിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം പഠിച്ചുകൊണ്ടിരുന്നത്. We lastly studied about the new covenant that God has wanted to and is making with us. അവസാനമായി നാം ധ്യാനിച്ചത് ദൈവം നാമുമായി ചെയ്ത ആ പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചായിരുന്നു. God and we have entered into a covenant that is a love agreement. ദൈവവും നാമും തമ്മിൽ ഒരു സ്നേഹത്തിന്റെ കരാറിൽ ഒരു ഉടമ്പടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാകുന്നു. This love increases every day and finally culminates in what is called a marriage between God and certain human beings. ഈ സ്നേഹം എന്നത് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വന്ന് അവസാനം ദൈവവും മനുഷ്യനും തമ്മിലുള്ള അല്ലെങ്കിൽ നാമും തമ്മിലുള്ള വിവാഹത്തിൽ ചെന്നത് പര്യവസാനിക്കുകയും ചെയ്യും. One important thing that we saw yesterday, ഇന്നലെ നാം ധ്യാനിച്ചതായ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, when we cannot be allured by God's love, ദൈവത്തിന്റെ സ്നേഹത്താൽ നമുക്ക് വശീകരിക്കപ്പെട്ട് വരുവാൻ കഴിയാതിരിക്കുമ്പോൾ, that means our heart gets hard and God's love, we are not able to respond to God's love. അതായത് ഒരുപക്ഷെ നമ്മുടെ ഹൃദയം കഠിനമായി പോയി ദൈവത്തിന്റെ സ്നേഹത്തോട് നമുക്ക് ശരിയാവണ്ണം പ്രതികരിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, sometimes the old covenant has to come into effect and God has to kind of put fear into us to help us stay in and not venture into dangerous areas. ചില സമയത്ത് വീണ്ടും ആ പഴയ നിയമം നമ്മുടെ ജീവിതത്തിൽ പ്രാമുഖ്യം നേടുവാനിടയായിത്തീരുന്നു. അപ്പോഴെല്ലാം ചില ഭയാനകമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് നാം വിദൂരമായി പോകാതെ ദൈവം നമ്മെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. That's why every now and then a small dosage of warning is necessary for our lives. അതുകൊണ്ടാകുന്നു എന്നും ഇപ്പോഴും എന്നേക്കും ഭയത്തിന്റെ ഒരു അല്പം മരുന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. There's a verse that is almost in every faith home of ours. നമ്മുടെ എല്ലാ വിശ്വാസ ഭവനങ്ങളിലും ഉള്ള ഒരു വാക്യമുണ്ട്. We preach, then 3 dots, that we may present every man perfect in Christ Jesus. ഞങ്ങൾ പ്രസംഗിക്കുന്നു, അതിനുശേഷം 3 കുത്തുകൾ ഉണ്ടായിരിക്കും, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. In those 3 dots there's a word warning. We preach warning every man. ആ 3 കുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതായ വാക്യഭാഗം എന്നത് ഞങ്ങൾ മുന്നറിയിപ്പ് തരുന്നു എന്നാകുന്നു. If we were, there are some people who don't like to be warned, who don't like threats in the messages. ചിലർക്ക് ദൈവവചനത്തിൽ മുന്നറിയിപ്പുകൾ അവർ ആഗ്രഹിക്കുന്നില്ല, ഭീഷണികളൊന്നും അവർ ദൈവവചനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതേയില്ല.
Because they say, you preach love. Why do you want to keep threatening all the time? I have heard that. അവർ ഇപ്രകാരമാകുന്നു പറയുന്നത്, നിങ്ങൾ സ്നേഹത്തെ പറ്റി അല്ലെങ്കിൽ സ്നേഹത്തോടെ സംസാരിക്കുക, എന്തിനായിട്ട് ഇങ്ങനെ ഭീഷണികൾ സംസാരിക്കുന്നു? ഞങ്ങൾ അത് അധികം കേട്ടിട്ടുണ്ട്. If we were growing in love steadily, it's enough to preach love. നാം സ്നേഹത്തിൽ സ്ഥിരമായി വളരുന്നവരാകുന്നുവെങ്കിൽ സ്നേഹം മാത്രം പ്രസംഗിച്ചാൽ മതിയാകും. But because we are in the flesh, there are powers that are within us and powers that are outside of us that will try to pull us away from God's love. എന്നാൽ നാം ഇപ്പോൾ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ നമുക്ക് വെളിയിലുള്ള ചില ശക്തികളും നമ്മുടെ ഉള്ളിലുള്ള ചില ശക്തികളും ഈ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുവാനിടയായി തീരും. That's why we need to be warned and we need to have a certain amount of fear that will help us to stay in. അതുകൊണ്ടാകുന്നു നാം മുന്നറിയിക്കപ്പെടേണ്ടത്, വളരെ അത്യന്താപേക്ഷിതമാകുന്നു. ചില ഭയങ്ങൾ, ഭീഷണികൾ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടതും ആവശ്യമാകുന്നു. All right, let's come back to this key verse that we read just now. ആകയാൽ നമുക്കിപ്പോൾ വീണ്ടും നാം വായിച്ചതായ കുറിവാക്യത്തിലേക്ക് കടന്നു വരാം. Very often this verse is quoted in the context of the second coming of Jesus. അധികം സമയങ്ങളിൽ യേശുവിന്റെ രണ്ടാം വരവിൽ അല്ലെങ്കിൽ രഹസ്യ വരവിനോട് അനുബന്ധിച്ചാകുന്നു ഈ വചനത്തെ നാം കേട്ടിട്ടുള്ളത്. Gather unto me my saints that have made a covenant with me by sacrifice means Jesus is going to come very soon and gather his saints who are making a covenant with him. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ എന്നുള്ള വചനത്തിൻ പ്രകാരം യേശു ഇനിയും തന്റെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുവാനായി കടന്നു വരുന്നു എന്നർത്ഥമാക്കുന്നു. But before we apply this verse to the second coming of Jesus, there is another immediate context under which we have to study this verse. എന്നാൽ ഈ വചനത്തെ യേശുവിന്റെ രഹസ്യ വരവിനോട് ബന്ധപ്പെടുത്തി നാം പഠിക്കുന്നതിന് മുമ്പായി മറ്റൊരു വിഷയം അതിനു മുമ്പായി നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ആ ദിശയിലേക്ക് ഈ വചനത്തെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. So to understand what is the immediate meaning of this verse, we must understand the whole chapter. ഈ വചനത്തിന്റെ ഏറ്റവും ഉടനെയുള്ള അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അർത്ഥത്തെ നാം അറിയണമെങ്കിൽ ഈ അധ്യായത്തിൽ ഉള്ള വാക്യങ്ങളെ പറ്റി നാം അല്പം ആരായേണ്ടിയിരിക്കുന്നു. Verse 1 says God has spoken. ഒന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവം അരുളി ചെയ്തു. Verse 2 says God has shined. രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ദൈവം പ്രകാശിക്കുന്നു. Verse 3 says God shall come. മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൈവം വരുന്നു. But when we study the immediate cause of this, the context of this verse, ആകയാൽ ഈ നമ്മുടെ കുറിവാക്യത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റി അല്ലെങ്കിൽ അതിനോട് ഏറ്റവും അടുത്തു കിടക്കുന്ന കാര്യങ്ങളെ പറ്റി നാം ചിന്തിച്ചാൽ, why is God speaking? Why is God shining? Why is God coming? എന്തുകൊണ്ട് ദൈവം സംസാരിക്കുന്നു? എന്തുകൊണ്ട് ദൈവം പ്രകാശിക്കുന്നു? എന്തുകൊണ്ട് ദൈവം വരുന്നു? Verse 4 says he's calling to the heavens and to the earth that he may judge his people. നാലാമത്തെ വാക്യം ഇപ്രകാരം കാണുന്നു, അവൻ തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. Read that verse. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. He shall call to the heavens from above and to the earth that he may judge his people. So he's going to judge his people. ആകയാൽ അവൻ തന്റെ ജനത്തെ ന്യായം വിധിക്കുവാൻ പോകുന്നു. Look at the verse after the key verse, verse 6. ആകയാൽ നമ്മുടെ കുറിവാക്യത്തിന്റെ അടുത്ത വാക്യം നാം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ, God is judge. ദൈവം തന്നെ ന്യായാധിപതിയാകുന്നു. So he is going to make a certain kind of judgment on his people and is calling heavens to be a witness for the judgment. ആകയാൽ അവൻ തന്റെ ജനത്തെ ആകുന്നു ഇനി ന്യായം വിധിക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി അവൻ ആകാശത്തെ ഒരു സാക്ഷിയായി വിളിച്ചു കൊണ്ടുവരുന്നു. So here God is saying, gather my saints, I'm going to judge those saints. അപ്പോൾ ഈ കുറിവാക്യത്തിന്റെ അർത്ഥം നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ, അവരെ ന്യായം വിധിക്കേണ്ടതിനായി. Then in verse 7 it says, hear my people, I'm going to speak and I'm going to testify against you. ഏഴാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, എന്റെ ജനമേ ഞാൻ നിന്നോട് സംസാരിക്കാം, ഞാൻ നിനക്ക് വിരോധമായി സാക്ഷി നിൽക്കും. So the immediate reason why God is gathering his saints
is not to take them at the coming of the Lord. That's the second reason. The first reason is he's gathering together. That means he's calling a meeting because he's going to judge them. എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ എന്ന് പറയുന്ന വചനത്തിന്റെ ഉടനടിയുള്ള അർത്ഥം യേശുവിന്റെ രണ്ടാം വരവല്ല, അത് ഒരു രണ്ടാമത്തെ കാര്യമാകുന്നു. എന്നാൽ ഒന്നാമത്തെ കാര്യം ഇതാകുന്നു, ദൈവം ന്യായം വിധിക്കേണ്ടതിനായി ഒരു കൂട്ടമായി തന്റെ വിശുദ്ധന്മാരെ വിളിച്ചു കൂട്ടുന്നു. So he gathers his saints. ആകയാൽ അവൻ തന്റെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുന്നു. And divides them into two groups. അവരെ രണ്ട് കൂട്ടമായി അവൻ തരം തിരിക്കുന്നു. Both are saints. രണ്ടും വിശുദ്ധന്മാർ തന്നെ. But in these both categories of saints there are faults, and that's why he wants to judge them. എന്നാൽ ഈ രണ്ട് വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും ഭോഷ്കായിട്ടുള്ള കള്ളമായിട്ടുള്ളതുണ്ട്. അതിൽ നിന്ന് വേർപെടുവാനാകുന്നു ഈ വിശുദ്ധന്മാരെ അവൻ ന്യായം വിധിക്കുന്നത്. There are wrong things in them. Faults, faults. അതിൽ തെറ്റുകളുണ്ട്, കുറവുകൾ ഉള്ളതുകൊണ്ടാകുന്നു അവരെ അതിൽ നിന്ന് ന്യായം വിധിച്ച് വേർപെടുത്തേണ്ടതിനാകുന്നു അവൻ അങ്ങനെ ചെയ്യുന്നത്. He's calling them to judge them, not in the sense of saying like the white throne judgment, go to hell, not in that sense, but he's going to chastise them and warn them and then send them back. അവൻ വിളിക്കുന്നത് എന്നേക്കുമായി അവരെ ന്യായം വിധിച്ച്, വെള്ളസിംഹാസന ന്യായവിധിയെ പോലെ അവരെ ന്യായം വിധിച്ച് നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുവാനായിട്ടല്ല, അവരെ ശാസിച്ച് അല്പം ശിക്ഷിച്ച് വീണ്ടും ശരിയായ വഴിയിലേക്ക് മടക്കി വരുത്തേണ്ടതിനാകുന്നു. As I told you, there are now two groups. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കൂട്ടരുണ്ട്. Both have faults in them. രണ്ട് കൂട്ടരിലും കുറവുകൾ കാണപ്പെടുന്നു. One group he calls them saints. ഒരു കൂട്ടരെ അവൻ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നു. And the second group in verse 16 he calls them the wicked. രണ്ടാമത്തെ കൂട്ടരെ 16-ാം വാക്യത്തിൽ അവൻ ദുഷ്ടർ എന്ന് വിളിക്കുന്നു. Now we have all been called together by God in this meeting. We are all called saints by the scriptures. ഇപ്പോൾ തിരുവെഴുത്തിൻ പ്രകാരം നമ്മെ എല്ലാവരും ദൈവം ഇവിടെ വിശുദ്ധന്മാരാക്കി ഈ കൂട്ടത്തിലേക്ക് കൂട്ടി വരുത്തിയിരിക്കുകയാകുന്നു. The Bible calls believers also as saints. തിരുവെഴുത്ത് വിശ്വാസികളായ നിങ്ങളെയും വിശുദ്ധന്മാർ എന്ന പേരോടുകൂടി ആകുന്നു വിളിക്കുന്നത്. So just like this verse divides saints into two groups, we have also to examine our lives in the light of what God is telling these two groups. ആകയാൽ ഈ വചനം വിശുദ്ധന്മാർ എന്നത് രണ്ട് കൂട്ടമെന്ന് നാം കണ്ടുവല്ലോ. ആകയാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ എന്താകുന്നു ഈ രണ്ട് കൂട്ടർ? So we are just like God speaks to those two groups, he wants to speak to us. We have to learn from these. ആ രണ്ട് കൂട്ടരോട് ദൈവം സംസാരിക്കുന്നത് പോലെ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. So we will start with the second group and then we will go on to the first group. ആകയാൽ രണ്ടാമത്തെ കൂട്ടത്തെ പറ്റി നാം അല്പം ധ്യാനിച്ചതിന് ശേഷം ആദ്യ കൂട്ടത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. Read verse 16. 16-ാം വാക്യം വായിക്കാം. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്ക് എന്ത് കാര്യം? But unto the wicked God saith, what hast thou to do to declare my statutes, or that thou shouldest take my covenant in thy mouth? So here God is speaking to a group of people called the wicked. ഇവിടെ ദൈവം ദുഷ്ടരായ ഒരു കൂട്ടം ജനത്തോട് സംസാരിക്കുന്നു. These are not the wicked people of the world, they are the wicked amongst saints. ഇത് ലോകത്തിലെ ദുഷ്ടരായ ജനങ്ങളല്ല, എന്നാൽ വിശുദ്ധന്മാരുടെ ഇടയിൽ കാണുന്ന ദുഷ്ടരാകുന്നു. So among saints also there are wicked people. അപ്പോൾ വിശുദ്ധന്മാരുടെ ഇടയിലും ദുഷ്ടർ എന്നൊന്നുണ്ട്. See, these people are not people who don't know the Bible, they are preachers. They know the word of God and they are teaching others about God's statutes. ഇവർ ദൈവത്തെ അറിയാത്തവരല്ല. ഇവിടെ കാണുന്നത് പോലെ അവർ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നവരും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരുമാകുന്നു. Who asked you to take my covenant in your mouth? എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുക്കുവാൻ നിനക്ക് എന്ത് കാര്യം, അല്ലെങ്കിൽ ആർ നിന്നോട് പറഞ്ഞു? As I told you in the past 2 days, there are terms of agreement between God and us in this covenant. കഴിഞ്ഞ 2 രാത്രികാലങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവവും നാമും ഉണ്ടാക്കിയ ആ കരാറിൽ ചില നിബന്ധനകളും വ്യവസ്ഥകളുമുണ്ട്. As far as the new covenant is concerned, the whole Bible that we hold in our hands are the terms of agreement. പുതിയ നിയമത്തോട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ നാം ചിന്തിച്ചാൽ നാം നമ്മുടെ കൈകളിൽ പിടിച്ചിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം മുഴുവനുമാകുന്നു അതിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും. So God is asking this group of people in verse 16 who are called the wicked, who asked you to take my covenant in your mouth? That means you're preaching from my
agreement, the covenant Bible, and you are telling others, who asked you to do that? Who gave you the right to do that? ആകയാൽ ഈ 16-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ ദൈവം ദുഷ്ടരോട് ഇപ്രകാരം ചോദിക്കുന്നു, എന്റെ നിയമത്തെ അല്ലെങ്കിൽ എന്റെ കരാറിന്റെ വ്യവസ്ഥകളെ, ഞാൻ അരുളി ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ വായ്കൊണ്ട് എടുത്ത് സംസാരിപ്പാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? അതിന് ആർ നിങ്ങൾക്ക് അധികാരം തന്നു? So they have lost their qualification to preach the covenant of God. ആകയാൽ ദൈവത്തിന്റെ നിയമത്തെ പ്രസ്താവിക്കേണ്ടതിന്, പ്രസംഗിക്കേണ്ടതിനുള്ള യോഗ്യത അവർക്ക് നഷ്ടമായിരിക്കുന്നു. Many things are written there അനേക കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു about what their faults are. അവരുടെ തെറ്റുകൾ, കുറവുകൾ എന്തെല്ലാം എന്ന് അവിടെ നാം കാണുന്നു. But I'm going to broadly classify them into 3 groups. എന്നാൽ ഇതിനെ ഞാൻ അല്പം വിവരമായി 3 കൂട്ടമായി തരംതിരിക്കുന്നു. What is the wickedness of these saints? ഈ വിശുദ്ധന്മാരുടെ ദുഷ്ടത എന്താകുന്നു? The first thing, as we can see openly, is that they preached very nicely, but their lives were contradictory to what they preached. നാം ഇപ്പോൾ തുറന്ന് സാധാരണ കാണുന്നത് പോലെ അവർ വളരെ ഭംഗിയായി പ്രസംഗിക്കുന്നു, എന്നാൽ പ്രസംഗത്തിനനുസരിച്ച് ഒരു ജീവിതം അവരിൽ കാണപ്പെടാതെ പോകുന്നു. Today so many people are involved and engaged in ministries. ഇന്ന് ലോകത്തിൽ അനേകർ പലവിധമായ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. What has to be pointed out here is, God is not finding fault with their doctrines. He said, you are preaching wrong doctrine. Stop. He didn't say that. You are preaching the right thing, but you are not living what you are preaching. ദൈവം ഇവിടെ അവരുടെ ഉപദേശത്തെ കുറവ് പറയുകയില്ല. നിങ്ങൾ തെറ്റായ ഉപദേശമാകുന്നു പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ നിർത്തുക എന്നല്ല ദൈവം പറയുന്നത്. ഉപദേശം ശരി തന്നെയാകുന്നു, എന്നാൽ അതിനനുസരിച്ചുള്ള ജീവിതം ഇല്ല എന്നാകുന്നു ദൈവം ഉദ്ദേശിക്കുന്നത്. When I preach these words, I'm talking about myself. ഞാൻ ഈ വചനങ്ങളെ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഇതെല്ലാം പ്രസംഗിക്കുകയാകുന്നു. I have to examine myself first. ആദ്യമായി ഞാൻ എന്നെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. How is my life when I am teaching and taking the covenant of God in my mouth? ഞാൻ എന്റെ വായിൽ ദൈവത്തിന്റെ നിയമത്തെ എടുക്കുമ്പോൾ എന്റെ ജീവിതം എപ്രകാരമായിരിക്കുന്നു എന്ന് ഞാൻ ശോധന കഴിക്കേണ്ടിയിരിക്കുന്നു. I must confess before all of you that there are so many faults before the light of the scripture. When I look at this mirror, I see so many faults in my life where I am not practicing what I am preaching. ഈ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഈ കണ്ണാടി, വചനം എന്ന കണ്ണാടി വെച്ച് നോക്കുമ്പോൾ എന്റെ ജീവിതത്തിലും അനേക തെറ്റുകളും കുറവുകളും കാണപ്പെടുന്നു. എന്റെ ജീവിതം ഇതുപോലെ പൂർണ്ണമായിട്ടില്ല എന്ന് ഞാനും സമ്മതിക്കുന്നു. So first of all, this verse is scolding me. ആകയാൽ ഒന്നാമത് ഈ വചനം മുറുകെ പിടിക്കുന്നത് എന്നെ ആകുന്നു. I have a responsibility to preach, but I am preaching pleading the mercy of God at the same time. എനിക്ക് വചനം പ്രസംഗിക്കേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ട്, എങ്കിലും ദൈവത്തിന്റെ കരുണയെ ചോദിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു. Right now I ask grace to live out what I am preaching. ഇപ്പോൾ തന്നെ ഈ പ്രസംഗിക്കുന്നതിനനുസരിച്ച് ജീവിക്കേണ്ടതിനുള്ള കൃപയും ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു. There might be so many of us seated here doing many kinds of ministries, like proclaiming the gospel to others at an individual level or even at a collective level. ഇവിടെ ഇരിക്കുന്ന അനേകർ തനിയെയോ കൂട്ടമായോ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുകയും ഇങ്ങനെയുള്ള പല പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ടാവാം. Are we living what we are preaching? നാം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് നാം അതിനേറ്റ ഒരു ജീവിതം നയിക്കാറുണ്ടോ? Or at least do we have that guilt that we are not living what we are preaching? അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നതിന്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഒരു ജീവിതം എനിക്കില്ല എന്ന് മനസ്സാക്ഷിയിൽ ഒരു കുറ്റബോധം നമുക്കുണ്ടോ? Or are we just preaching for the sake of preaching? അതോ പ്രസംഗിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടി ആ പേരിന് നാം മറ്റുള്ളവരോട് പ്രസംഗിക്കുകയാകുന്നുവോ? So that's the first wickedness of the saints. ആകയാൽ ഈ വിശുദ്ധന്മാരുടെ ഒന്നാമത്തെ ദുഷ്ടത ഇതാകുന്നു. What is the second wickedness? രണ്ടാമത്തെ ദുഷ്ടത എന്താകുന്നു? We read in verse 21. 21-ാം വാക്യം നാം വായിച്ചാൽ, You have done many things wrong and I kept silence, and because I kept silence you thought that I was condoning or supporting all that you're doing. It's okay for me. I was permitting it and I was like one of you. ഇങ്ങനെ നീ അനേക കാര്യങ്ങളെ ചെയ്യുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നു, അപ്പോൾ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിക്കുന്നു. God is silent and not punishing immediately does not mean that God is condoning or supporting or saying okay to our wrongs. ദൈവം നിശബ്ദനായിരുന്ന് നമ്മുടെ തെറ്റുകൾക്ക് ഏറ്റ വിധം നമ്മെ ശിക്ഷിക്കാതിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം നാം ചെയ്യുന്ന തെറ്റുകളെ ദൈവം തലകുലുക്കി സമ്മതിക്കുന്നു എന്നല്ല. One day a young boy gave a movie to another boy, a CD, during a Sunday school session. ഒരു ദിവസം ഒരു യൗവനക്കാരനായ ആൺകുട്ടി സൺഡേ സ്കൂളിന്റെ സമയത്ത് മറ്റൊരു ആൺകുട്ടിക്ക്
ഒരു സിനിമയുടെ CD കൊടുക്കുകയുണ്ടായി. So the boy who was offered the CD said, "Hey, we should not watch movies. Don't do that." ആ CD കൊടുത്തതായ ആ ആൺകുട്ടി അതോടുകൂടി പ്രകാരം പറയുകയുണ്ടായി, നാം സിനിമയൊന്നും കാണുവാൻ പാടില്ല. So the first boy who was giving the CD, he said, ആകയാൽ ആദ്യം ഈ CD കൊടുത്തതായ ആൺകുട്ടി പ്രകാരം പറയുവാനിടയായി, "Hey, don't worry, da. I saw this movie. I got an anointing last night in the tarrying meeting. So it's okay. God is saying okay." ആകയാൽ ഈ CD കൊടുത്തതായ ആൺകുട്ടി ഇപ്രകാരം പറയുവാനിടയായി, നീ ഇതിൽ അധികം വ്യാകുലപ്പെടുകയൊന്നും വേണ്ട, ഇന്നലെ രാത്രി കാത്തിരിപ്പിന് പോലും എനിക്കൊരു വലിയ അഭിഷേകം ഉണ്ടായി, അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല, ധൈര്യമായിട്ട് സിനിമ കാണുക. God is saying okay. അപ്പോൾ അതിന്റെ അർത്ഥം ദൈവം അതിന് സമ്മതം മൂളുന്നു എന്നാകുന്നു. God is giving an anointing to overcome this temptation, but he is using it as a signature saying the temptation is okay, the sin is okay. ദൈവം ഒരു അഭിഷേകം നൽകുന്നത് ഇങ്ങനെയുള്ള പരിശോധനകളെ പരീക്ഷകളെ ജയിക്കുവാനാകുന്നു. എന്നാൽ ആ ആൺകുട്ടി എടുത്തത് മറിച്ചാകുന്നു. ആ അഭിഷേകം ഈ സിനിമ കണ്ടാലും കൂടി തെറ്റ് ചെയ്താലും കൂടി അഭിഷേകം വന്നുകൊള്ളും എന്നുള്ള തെറ്റായ രീതിയിൽ അവൻ അത് എടുക്കും. So in the same way, God is silent here, and this wicked man, this wicked saint is assuming that silence of God is like consent. God is agreeing to the wrong he is doing. ഇവിടെ അതുകൊണ്ട് ഈ ദുഷ്ടനായ ഈ വിശുദ്ധന് പ്രകാരമാകുന്നു ചെയ്യുന്നത്, ദൈവത്തിന്റെ നിശബ്ദത അവൻ ഒരു സമ്മതമായി ഏറ്റെടുത്തുകൊണ്ട് തുടർന്നും ദുഷ്ടത ചെയ്യുവാനായി അവൻ നിരൂപിക്കുന്നു. So God is saying that his silence is not consent. ആകയാൽ ദൈവം ഇവിടെ പറയുന്നത് തന്റെ നിശബ്ദത ഒരിക്കലും തന്റെ സമ്മതമല്ല. I was once overhearing a conversation between two boys who were fighting, verbally fighting with words in a bus stand. ഒരു ബസ് സ്റ്റാൻഡിൽ വാക്കുകൾ കൊണ്ട് ശണ്ടയിട്ടുകൊണ്ടിരുന്ന രണ്ട് ആൺകുട്ടികൾ തമ്മിലുള്ള സംഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി. One boy was a very muscular boy. ഒരു ആൺകുട്ടി അതിൽ വളരെ നല്ല ശാരീരികമായി വളർന്ന ഒരു പൈതലായിരുന്നു. But the other boy, who was just an ordinary structure, he was the one shouting and charging and pouncing on the other boy, "Come hit me if you have the guts, come and hit me." എന്നാൽ മറ്റേ പയ്യൻ മറ്റേ ആൺകുട്ടിയായിരുന്നു. അവൻ ശരീരമായി അധികം വളർന്നിട്ടില്ല എങ്കിലും താൻ വാക്കുകളാൽ അധികമായി ആക്രോശത്തോടെ കടന്നു എന്ന് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ അടിക്കുക എന്നെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ചെന്നത് മറ്റേ ആൺകുട്ടിയായിരുന്നു. The muscular boy said, "I can hit you, but you know why I'm not hitting you? Because if I hit you, I will know the consequences of hitting you. You don't realize it. If I hit you, what will happen to you? That's why I have to think twice before hitting you." ശാരീരികമായി വളർന്ന് ബലവാനായി തീർന്ന ആൺകുട്ടി ഇപ്രകാരം പറഞ്ഞു, എനിക്ക് നിന്നെ അടിക്കേണ്ടതിന് ഒരു തടസ്സവുമില്ല, എന്നാൽ അങ്ങനെ ചെയ്താൽ അതിന്റെ പരിണിത ഫലം എന്താകുമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം, അത് നിനക്ക് നല്ലവണ്ണം അറിയില്ല, അതുകൊണ്ടാകുന്നു ഞാൻ അത് ചെയ്യുന്നില്ല. That's why I have to think twice before hitting you. അതുകൊണ്ട് നിന്നെ അടിക്കുന്നതിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. When we become wicked, God is silent not because he's agreeing with our wickedness or consenting with our wickedness. He is silent because he knows if he starts taking action, we are but dust and we'll perish very quickly. നാം ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ ദൈവം മിണ്ടാതെ ഇരിക്കുന്നത് ദൈവത്തിന്റെ സമ്മതമല്ല. എന്നാൽ നാം ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ ദൈവം അതിന് എന്തെങ്കിലും പ്രതികാരം ചെയ്താൽ പിന്നെ നാം ഒന്നുമില്ലാതായിത്തീരും, നാം വെറും പൊടിയായിത്തീരുമെന്ന് ദൈവം നല്ലവണ്ണം അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നു. In Psalm 2 and verse 12, 2-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ, I don't know how the Malayalam translates it. In English it goes like this. മലയാളത്തിൽ പരിഭാഷ എങ്ങനെയെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ ഇംഗ്ലീഷിൽ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാകുന്നു. Read that verse please. ആ വാക്യം വായിക്കാം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ, അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. Kiss the Son, lest he be angry and ye perish from the way, when his wrath is kindled but a little. Blessed are all they that put their trust in him. See how the English translation is. ഇംഗ്ലീഷിലെ പരിഭാഷ എങ്ങനെയെന്ന് അല്പം ശ്രദ്ധിക്കുക. If God gets a little angry, his wrath is kindled, only a little is enough. On the way to your heaven itself you will perish. So before that, kiss the Son and get reconciled with him. ദൈവത്തിന്റെ കോപം അല്പം ജ്വലിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അല്പം ജ്വലിച്ചാൽ തന്നെ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പട്ടുപോവാൻ നശിച്ചു പോവാൻ ഇടയായിത്തീരും. ആകയാൽ അത് സംഭവിക്കുന്നതിന് മുമ്പേ നിങ്ങൾ പുത്രനെ ചുംബിക്കുക എന്നാകുന്നു ഈ വാക്യത്തിന്റെ അർത്ഥം. If God gets a little angry, it's enough for us, we'll perish. ദൈവം ഒരു അല്പമെങ്കിലും കോപിച്ചാൽ അതോടുകൂടി നമ്മുടെ കഥ കഴിയുവാൻ ഇടയായിത്തീരും.
if we get angry, nothing will happen to the other person. നാം ഒരുപക്ഷെ കോപിച്ചാൽ മറ്റുള്ളവർക്കൊന്നും സംഭവിക്കുകയില്ല. At the most, they'll also get angry. That's all. ആ സമയം മറ്റുള്ളവരും കോപപ്പെട്ടേക്കാം, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. Once when God got angry, എന്നാൽ ഒരിക്കൽ ദൈവം കോപിച്ചപ്പോൾ he just turned and walked away, and Miriam became a leper. ദൈവം കോപിച്ച് തിരിഞ്ഞു നടന്നു പോയതേ ഉള്ളൂ. മിരിയാം കുഷ്ഠരോഗിയായി തീർന്നു. And till she died, she was like that. തന്റെ മരണം വരെ അവൾ അങ്ങനെയായിരുന്നു. God got a little angry with the king called Uzziah, and he became a leper. ദൈവം ഉസിയ രാജാവിനോട് അല്പം കോപിക്കുകയുണ്ടായി, താനും കുഷ്ഠരോഗിയായി മാറി. So the wickedness of the saint is, he assumes that, because God is not doing anything, God is saying okay to his misdeeds. ആകയാൽ ഈ വിശുദ്ധന്മാരുടെ ദുഷ്ടത എന്നത് എന്റെ ദുഷ്ടതയ്ക്കെല്ലാം ദൈവം സമ്മതം മൂളുകയാകുന്നു, ദൈവം എനിക്ക് പ്രതികാരമായി ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നതാകുന്നു. God is saying okay to his misdeeds. തന്റെ ദുഷ്ടപ്രവൃത്തികൾക്കെല്ലാം ദൈവം സമ്മതം മൂളുന്നു എന്നുള്ള വസ്തുത. Read Ecclesiastes chapter 8 and verse 11. സഭാപ്രസംഗി 8-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. See what is written here. ഇവിടെ എന്താകുന്നു എഴുതിയിരിക്കുന്നത് നാം നോക്കുക. Because sentence against an evil work, you do something evil, God's sentence is delayed and not executed immediately. Therefore, the sons of men become even more presumptuous to do, they are fully set to do evil. ദുഷ്പ്രവൃത്തിക്കുള്ള അല്ലെങ്കിൽ ദുഷ്ടതയായ ക്രിയകൾക്കുള്ള ശിക്ഷാവിധി ഉടനെ നടക്കായികൊണ്ട് അത് ചെയ്യുന്ന മനുഷ്യർ വീണ്ടും ദുഷ്ടത പ്രവർത്തിക്കേണ്ടതിന് അവർ അതിന് തുനിഞ്ഞ് മുൻകൈയെടുക്കുന്നു എന്നാകുന്നു ഇതിന്റെ അർത്ഥം. The sons of men can do it out of ignorance. A saint, if he does it, it's called wickedness. മനുഷ്യർ എന്ന് പറയുന്നവർ അവർ അത് അറിയായിക കൊണ്ട് അങ്ങനെ. Sons of men in verse 11, it's the sons of men, the heart is set to do evil. 11-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ പറഞ്ഞിരിക്കുന്നു, അവർ അവരുടെ ഹൃദയത്തെ ദോഷം ചെയ്യുവാനായി അവരുടെ അറിയായ്മയിൽ അങ്ങനെ ചെയ്തു പോകുന്നു. എന്നാൽ വിശുദ്ധന്മാർക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുമോ? That is wickedness. If a saint does it, it's wickedness. എന്നാൽ ഒരു വിശുദ്ധൻ ചെയ്താൽ അത് ദുഷ്ടതയാകുന്നു. What was the third wickedness of this saint? ഇനിയും ഈ വിശുദ്ധന്മാരുടെ മൂന്നാമത്തെ ദുഷ്ടത എന്താകുന്നു? In verse 20, 20-ാം വാക്യത്തിൽ he is warned, saying, "You that the wicked saints are warned, you that forget God." നീ ദൈവത്തെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. Verse 22. 22-ാം വാക്യം. Psalm 50 verse 22. 50-ാം സങ്കീർത്തനം 22-ാം വാക്യം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. Enough. Now consider this, ye that forget God. So here another wickedness of this saint is he's forgetting God. അടുത്തതായുള്ള ഈ വിശുദ്ധന്മാരുടെ മറ്റൊരു ദുഷ്ടത എന്നത് അവർ ദൈവത്തെ മറന്നു കളയുന്നു. What does this mean? ഇതിന്റെ അർത്ഥം എന്താകുന്നു? I can use the word God 100 times in my sermon, but I can personally forget God and still preach God. എനിക്ക് എന്റെ പ്രസംഗത്തിൽ 100 പ്രാവശ്യം ദൈവം എന്നുള്ള വാക്ക് ഉച്ചരിച്ച് ഘോഷിപ്പാൻ കഴിഞ്ഞേക്കാം, എന്നിട്ടും എന്റെ ജീവിതത്തിൽ ദൈവം എന്ന അല്പം പോലും ചിന്തയില്ലാതെ എനിക്ക് ജീവിപ്പാൻ കഴിയും. I can say God, God, God all the time throughout the sermon and still be without God. I can have no God in my mind. എന്റെ പ്രസംഗത്തിൽ ആകമാനം ദൈവം ദൈവം എന്ന് ഉച്ചസ്ഥരം ഘോഷിച്ചുകൊണ്ട് എനിക്ക് പ്രസംഗിക്കുവാൻ കഴിഞ്ഞേക്കാം, എന്നാൽ എന്റെ ജീവിതത്തിൽ ദൈവം എന്നത് അല്പം പോലും ഇല്ലാതെ ഞാൻ തുടർന്നു പോയേക്കാം. When I was studying in college, there was a Christian priest who studied with me. ഞാൻ എന്റെ കോളേജ് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതൻ എന്നോടുകൂടി പഠിച്ചുകൊണ്ടിരുന്നു. One day he said, "I don't believe in God." ഒരു ദിവസം താൻ എന്നോട് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. So another boy asked him, you're a father and you're saying you don't believe in God. How is that? അപ്പോൾ മറ്റൊരു ആൺകുട്ടി പ്രകാരം ചോദിച്ചു, നിങ്ങൾ ഒരു പുരോഹിതനാണല്ലോ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല? What he said? അപ്പോൾ അതിന്റെ അർത്ഥമായി ഈ പുരോഹിതൻ എന്താകുന്നു അതിന് മറുപടി പറഞ്ഞതെന്ന് അറിയാമോ? I'm a priest, I'm a father, that's my profession, so I have to preach God, but personally I don't believe in God. ഞാൻ പുരോഹിതനായിരിക്കുന്നത് എന്റെ ജോലി സംബന്ധമായി ഔദ്യോഗികമായിട്ടുള്ള എന്റെ മേഖലയിലാകുന്നു. അവിടെ ഞാൻ ദൈവത്തെ പറ്റി പ്രസംഗിക്കുന്നു, എന്നാൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. So I can put on a show of godliness and be a big preacher and preach God, but I have to constantly examine my heart and see if personally in my secret life I am connected with God.
എനിക്ക് എന്റെ ജീവിതത്തിൽ ദൈവഭക്തിയുടെ ഒരു വേഷം ധരിച്ചുകൊണ്ട് ദൈവത്തെ പറ്റി അനേകം പ്രസംഗിപ്പാൻ കഴിഞ്ഞേക്കാം. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ രഹസ്യമായി ദൈവം എന്നൊന്ന് എന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമായിട്ട് ഉണ്ട് എന്ന് ഞാൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. Here you see the mercy of God. ഇവിടെ ദൈവത്തിന്റെ കരുണ എന്നത് നാം കാണുന്നു. God is warning them severely. He says, I'll tear you to pieces. In verse 22 he says, and who will deliver you then? 22-ാം വാക്യത്തിൽ ദൈവം ഇപ്രകാരം ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ നിങ്ങളെ കീറിക്കളയും, അല്ലെങ്കിൽ കഷ്ണം കഷ്ണമായി കീറിക്കളയും. നിങ്ങളെ വിടുവിപ്പാൻ ആർക്ക് കഴിയും? If human beings come against us or devils come against us, we can go to God for help. മനുഷ്യർ നമ്മൾക്കെതിരെ കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ പിശാചുക്കൾ നമ്മൾക്കെതിരെ കടന്നു വന്നാൽ, നമുക്ക് രക്ഷയ്ക്കായി വിടുതലിനായി ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. If God himself comes and stands up against us, to whom will we go for help? To the devil. എന്നാൽ ദൈവം തന്നെ നമുക്ക് വിരോധമായി കയറി വന്നാൽ നാം പിന്നെ സഹായത്തിനായി ആരുടെ അടുക്കൽ പോവും? പിശാചിന്റെ അടുക്കൽ പോകുവാൻ കഴിയുമോ? So God is calling these wicked saints to judge them, but he's not punishing them. He's scolding them severely and letting them go. ആകയാൽ ഇങ്ങനെയുള്ള ദുഷ്ടരായ വിശുദ്ധരെ ദൈവം കൂട്ടിവരുത്തുന്നത് ന്യായം വിധിക്കുവാനാകുന്നു. അങ്ങനെ അവരെ ശിക്ഷിച്ച് തള്ളിക്കളയുവാനല്ല, അവരെ ശാസിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരുവാനാകുന്നു. So here we see God's mercy, not only forgiving the wicked but also forbidding and forewarning the wicked. ആകയാൽ ഇവിടെ ദൈവം ഈ ദുഷ്ടന്മാരായ വിശുദ്ധന്മാരുടെ കുറവുകളെ ക്ഷമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, വീണ്ടും അതവർ ചെയ്യാതിരിക്കേണ്ടതിന് അവൻ ശക്തമായ മുന്നറിയിപ്പ്, താക്കീത് നൽകി അവരെ തടയുകയും ചെയ്യുന്നു. So forbidding and warning and is part of God's mercy. ആകയാൽ ദൈവം നമ്മെ തടയുകയും ദൈവം മുന്നറിയിപ്പ് തരികയും എല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ കരുണയുടെ ഓരോരോ വശങ്ങളാകുന്നു. It's very sad, many of our hearts have been so hardened that we need more warnings than being allured by God's love. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് വശീകരിക്കപ്പെടുവാൻ കഴിയാതെ നമ്മുടെ ഹൃദയങ്ങൾ അധികമായി കഠിനമായിരിക്കുന്നത് കൊണ്ട് ദൈവം അധികമായി നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാകുന്നു. We have gone into a spiritual sleep. It's so deep that it's difficult to wake us up. നാം ആത്മീയമായ വലിയൊരു ഗാഢനിദ്രയിലായിരിക്കുന്നു. നമ്മെ തട്ടി ഉണർത്തുന്നത് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. That's why in Isaiah 52 and 53, അതുകൊണ്ടാവുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52 53 അധ്യായത്തിൽ, Isaiah 51 and 52, 51 52 അധ്യായത്തിൽ God is looking at Jerusalem and Zion. He doesn't say, awake Jerusalem, awake Zion. അവിടെ ദൈവം സിയോനെയും പുതിയ യെരൂശലേമിനെയും നോക്കി വെറുതെ ഉണരുക, എഴുന്നേൽക്കുക എന്നല്ല പറയുന്നത്. He says, awake, awake, O Jerusalem, awake, awake, O Zion. അവൻ സിയോനെ, പുതിയ യെരൂശലേമേ, ഉണരുക, ഉണരുക. Why? എന്തുകൊണ്ട്? Because the sleep is so deep. നിദ്ര വളരെ അഗാധമായ അവസ്ഥയിലായിരിക്കുന്നു. You read that in 51:17 you see awake, awake Jerusalem. In 52:1 you see awake, awake Zion. 51:17 യെരൂശലേമേ നീ ഉണരുക, ഉണരുക എന്ന് വായിക്കുന്നു. 52 1 വാക്യത്തിൽ സിയോനെ ഉണരുക, ഉണരുക എന്ന് വായിക്കുന്നു. So it's warnings like these that through which God is attempting to wake us up. ആകയാൽ ദൈവം നമ്മെ തട്ടി ഉണർത്തേണ്ടതിന് ഇങ്ങനെയുള്ള അനേക മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. Now let's move to the second category of people. ഇപ്പോൾ വിശുദ്ധന്മാരുടെ രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. In from verses 7 to 15, God is addressing another group of saints who have faults in them. They are not wicked like the first group, but they have faults in them. 7 വാക്യം മുതൽ 15 വാക്യം വരെ അവിടെ ഒരു കൂട്ടരെ നാം കാണുന്നു. അവർ ദുഷ്ടരല്ല, എങ്കിലും അവർ വിശുദ്ധരായിരിക്കുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ ചില തെറ്റുകുറ്റങ്ങൾ കാണുന്നു. In the key verse we read, these are saints who have made a covenant with God by sacrifice. നമ്മുടെ കുറിവാക്യത്തിൽ നാം വായിച്ചുവല്ലോ, ഇവർ വിശുദ്ധന്മാരാകുന്നു, ഇവർ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരാകുന്നു എന്ന്. But still they have faults in their sacrifice. എങ്കിലും അവരുടെ യാഗങ്ങളിൽ അനേക തെറ്റുകൾ കാണപ്പെടുന്നു. They are taking bulls and goats and birds and they are trying to sacrifice to God and please God, but God says, did I ask you for all this? അവർ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും പല മൃഗങ്ങളെയും ജന്തുക്കളെയും എല്ലാം എടുത്ത് യാഗം കഴിക്കുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം അവസാനം ദൈവം ചോദിക്കുന്നു, ഇത് വല്ലതും ഞാൻ നിന്നോട് യഥാർത്ഥമായി ചോദിച്ചുവോ? So here are a group of saints who are doing certain things traditionally. ആകയാൽ ഇവിടെ ചില വിശുദ്ധന്മാരെ നാം കാണുന്നത് പാരമ്പര്യമായി ചില കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടുവരുന്നു. They are offering sacrifices, but they
they are doing it traditionally. അവർ യാഗങ്ങൾ കഴിക്കുന്നു, എന്നാൽ അത് അവർ പാരമ്പര്യമായി ചെയ്തുകൊണ്ട് വരുന്നതാകുന്നു. What do you mean by tradition? ഈ പാരമ്പര്യം എന്നതിന്റെ അർത്ഥം എന്താകുന്നു? I want to give you 3 meanings to the word tradition. പാരമ്പര്യം എന്ന വാക്കിന് 3 അർത്ഥങ്ങൾ തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we'll examine our lives from these 3 meanings of tradition to see, just like those saints whom God called and gathered and warns, if we have these 3 traditional inclinations. ഈ പാരമ്പര്യത്തിന്റെ 3 അർത്ഥങ്ങളെ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിച്ച് ഇപ്രകാരം നാം ദൈവം കൂട്ടിവരുത്തിയ വിശുദ്ധന്മാരുടെ ഈ ഗണത്തിലാകുന്നുവോ നാം കാണപ്പെടുന്നതെന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. The first meaning of the word tradition പാരമ്പര്യം എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം is doing something without understanding its meaning. ഒരു കാര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ ആ കാര്യം ചെയ്യുന്നു. That's called ritual. അതിനെ That means doing something just automatically because everybody does it. We don't know the meaning of it. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ സ്വമേധയാ ചെയ്തു പോകുന്നതായ ചില കാര്യങ്ങൾ. In Acts chapter 19 and verse 32, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 32-ാം വാക്യത്തിൽ a group of people rose up against the Christians. ഒരു കൂട്ടർ, ഒരു വലിയ ജനസമൂഹം ക്രിസ്ത്യാനികൾക്ക് വിരോധമായി എഴുന്നേറ്റു. And they started shouting and screaming. അവർ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവരോട് അടുക്കുവാനിടയായി. But there's something very funny about them. എന്നാൽ അവരുമായി ചിന്തിക്കുമ്പോൾ വളരെ ഫലിതമായ രീതിയിൽ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. Read that verse, please. ആ വാക്യം വായിക്കാം. Some therefore cried one thing and some another, for the assembly was confused and the more part knew not wherefore they were come together. 19:32 വാക്യം. ജനസംഘം കലക്കത്തിലായി മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയായികയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. See, they're all shouting this and that, but many of them don't even know why they are gathered there. They're just shouting. അവർ പലരും അവിടെ വന്നുകൂടി അധികമായി ആർപ്പുവിളിയും ആർക്കുകയും ശബ്ദമുണ്ടാക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ എന്തിനാകുന്നു അവർ അങ്ങനെ വന്നു കൂടിയത് എന്ന് പോലും അവർക്ക് വാസ്തവത്തിൽ അവർക്ക് അറിവുണ്ടായിരുന്നില്ല. So even as saints we can do so many things because everybody is doing it, but we don't know the meaning of it. ആകയാൽ വിശുദ്ധന്മാരായിരുന്നിട്ടും അനേകർ ചെയ്യുന്നത് കൊണ്ട് എന്തെന്ന് അർത്ഥം മനസ്സിലാക്കാതെ നമുക്കും പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. There were some hermits in the jungle. കാടുകളിൽ, വനങ്ങളിൽ ചില സന്യാസിമാരുണ്ട്. And they always gathered together very often for meditation. അവർ പല സമയങ്ങളിൽ ധ്യാനത്തിനായി ഒന്നു ചേരുമായിരുന്നു. And what happened was, whenever they sit for meditation, a cat used to come and move amongst them, jump here and there and disturb them. എപ്പോഴെല്ലാം അങ്ങനെയുള്ള സന്യാസിമാർ കൂടി വന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമോ ഒരു പൂച്ച അതിന്റെ ഇടയിൽ കടന്നു വന്ന് അവരെ അതിന്റെ ഇടയിലൂടെ ചാടി ഓടി നടന്നുകൊണ്ട് അവരെ ശല്യപ്പെടുത്തുമായിരുന്നു. So the head hermit said, അപ്പോൾ അതിന്റെ ചുമതലക്കാരനായ നായകനായിരുന്ന ആ തപസ്വി ഇപ്രകാരം പറയുകയുണ്ടായി, tie the cat. ആ പൂച്ചയെ കെട്ടുക. Before every meeting, tie the cat. നമ്മുടെ എല്ലാ ധ്യാന യോഗങ്ങൾക്ക് മുമ്പിൽ അതിന് ആരംഭം കുറിക്കുന്നതിന് മുമ്പ് തന്നെ ആ പൂച്ചയെ പിടിച്ചു കെട്ടുക. So that became a habit. ആകയാൽ അതൊരു ശീലമായി തീർന്നു. Before the meeting starts, tie the cat. ആ കൂട്ടം യോഗം ആരംഭിക്കുന്നതിന് മുമ്പേ ആ പൂച്ചയെ പിടിച്ചു കെട്ടുക. Every day this happened. എല്ലാ ദിവസവും ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു. One day the head hermit died. ഒരു ദിവസം ഈ നായകനായിരുന്ന ആ സന്യാസി മരിക്കുകയുണ്ടായി. A new hermit came there to be the head. അവിടെ അവരുടെ നായകനായി തീരേണ്ടതിനായി ഒരു പുതിയ സന്യാസി ചുമതല ഏൽക്കുവാനായി വന്നു. And this habit continued. ഈ ശീലം തുടർന്നുകൊണ്ടേയിരുന്നു. Tie the cat, then conduct the meeting. ആദ്യം പൂച്ചയെ പിടിച്ചു കെട്ടുക, പിന്നെ ധ്യാനയോഗം കൂടുക. One day the cat died. ഒരു ദിവസം പൂച്ച മരിച്ചു. And they didn't conduct the meeting. അന്ന് അവർ യോഗം കൂടിയില്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? How can we conduct a meeting? There's no cat to tie. ഇന്ന് നമുക്ക് പൂച്ചയെ കെട്ടാനൊന്നുമില്ലല്ലോ, ഇനി നമുക്ക് എങ്ങനെ യോഗം കൂടുവാൻ കഴിയും? See how the law changed? എങ്ങനെ പ്രമാണം മാറിപ്പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുക. The early reason was cat is disturbing them, so tie the cat. ആദ്യത്തെ കാരണം ഇതായിരുന്നു, പൂച്ച അവരെ ശല്യപ്പെടുത്തി, അതുകൊണ്ട് പൂച്ചയെ പിടിച്ചു കെട്ടി. അതിനുശേഷം അവർ ധ്യാനം കൂടി. But after that the tradition became, you must tie the cat, then only conduct the meeting. അതിനുശേഷം ആദ്യം പൂച്ചയെ പിടിച്ചു കെട്ടിയതിന് ശേഷം വന്ന് ധ്യാനം കൂടിയാൽ മതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി. So when the cat died, no cat to tie, so no meeting. എന്നാൽ പൂച്ച മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി പിടിച്ചു കെട്ടുവാൻ പൂച്ചയില്ലല്ലോ, അതുകൊണ്ട് ധ്യാനവും വേണ്ട. Like that, sometimes we get absorbed with so many traditions that have no meaning, and we do
things just for the sake of routine because everybody is doing it. ഇതുപോലെ ആകുന്നു ചില സമയങ്ങളിൽ അനേക കാര്യങ്ങൾ നമുക്ക് ശീലമായി പോയി, അതുകൊണ്ട് പാരമ്പര്യം കൊണ്ട് നാം അത് ചെയ്തു വരുന്നു. അതിന്റെ വാസ്തവമായ അർത്ഥം നാം മനസ്സിലാക്കുന്നില്ല. One day, two believers met each other. ഒരു ദിവസം രണ്ട് വിശ്വാസികൾ അന്യോന്യം കണ്ടുമുട്ടുവാനിടയായി. One believer said, "Praise the Lord." ഒരു വിശ്വാസി ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. The other believer said, അടുത്ത വിശ്വാസി പ്രകാരം പറഞ്ഞു, "Don't praise me, praise God." എന്നെ നോക്കി സ്തോത്രം പറയാതെ നീ ദൈവത്തിന് സ്തോത്രം കരയറ്റുക. So unfortunately that other person did not know why we say praise the Lord. അപ്പോൾ നിർഭാഗ്യവശാൽ ആദ്യം സ്തോത്രം പറഞ്ഞതായ വ്യക്തിക്ക് എന്തുകൊണ്ട് സ്തോത്രം കരയറ്റുന്നു എന്ന് അറിയാൻ പാടില്ലായിരുന്നു. If I look at this brother, I should be saying praise Shainu. Why do I look at him and say praise the Lord? I should say praise the Lord up, isn't it? ആകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം എന്ന് ഷൈനുവിനെ നോക്കി പറയണമെങ്കിൽ ദൈവത്തെ നോക്കി മുകളിലോട്ട് നോക്കി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. No, if I look at you, Shainu, I should say praise Shainu. Why should if I say praise the Lord, I should look up and say praise the Lord, isn't it? ഞാൻ ദൈവത്തിന് കരയറ്റണമെങ്കിൽ ഞാൻ മുകളിലേക്ക് നോക്കി പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം എന്ന് പറയണമായിരുന്നു. Okay, he doesn't like to mention his name, never mind. Okay, so why do I look at you and say praise the Lord? എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി ദൈവത്തിന് സ്തോത്രം എന്ന് പറയണം? Because God is in you. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളിലുണ്ട്. I'm not praising you, I'm saying praise God who is in you. ഞാൻ നിങ്ങളെയല്ല സ്തോത്രം പറയുന്നത്, നിങ്ങൾക്കല്ല സ്തുതി കരയറ്റുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിനാകുന്നു ഞാൻ സ്തോത്രം കരയറ്റുന്നത്. When one believer meets another believer, one believer recognizes the God in the other believer, and that's why he says praise the Lord. ഒരു വിശ്വാസി വേറെ ഒരു വിശ്വാസിയെ നോക്കി ദൈവത്തിന് സ്തോത്രം എന്ന് പറയുമ്പോൾ ആ വിശ്വാസി മറുവിശ്വാസിയിൽ ദൈവത്തെ കണ്ടതുകൊണ്ടാകുന്നു ആ ദൈവത്തിന് സ്തുതി കരയറ്റുന്നത്. So that's the meaning of it. But everybody does something, so we also do something. അതാകുന്നു അതിന്റെ യഥാർത്ഥമായ അർത്ഥം. അല്ലാതെ എല്ലാവരും അത് ചെയ്യുന്നത് കൊണ്ട് നാമും അത് ചെയ്യുന്നു എന്നല്ല. Or we'll say, go praise upstairs, don't praise me here. Don't praise me, praise God up there. അതുകൊണ്ട് എന്നെ നോക്കി സ്തോത്രം പറയണ്ട, നിങ്ങൾ മുകളിലേക്ക് നോക്കി ദൈവത്തിന് സ്തോത്രം പറയണമെന്ന് അങ്ങനെ ചിന്തിക്കരുത്. Everything that we do has a meaning behind it. നാം ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ പിന്നിലും ഒരു അർത്ഥമുണ്ട്. So we must understand the meaning and do it. ആകയാൽ നാം അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. See, the Israelites, they celebrated the Sabbath without understanding the meaning of the Sabbath. ഇസ്രായേൽ മക്കൾ ശബത്തിന്റെ വാസ്തവമായ അർത്ഥം മനസ്സിലാക്കാതെയാകുന്നു അവർ ശബത്ത് ആചരിച്ചത്. They started making some man-made rules to observe the Sabbath. അവർ ജനങ്ങളാൽ മനുഷ്യരാൽ ഉണ്ടാക്കിയ ചില നിയമങ്ങൾ കൊണ്ട് ശബത്തിനെ ആചരിക്കുവാൻ ശ്രമിച്ചു. There is a certain distance, it's called a Sabbath day's journey. അവർ the Bible. അവർ തിരുവെഴുത്തിൽ കാണപ്പെടുന്നത് പോലെ ഒരു ശബത്ത് നാളിന്റെ ദൂരം എന്നുള്ള രീതിയിൽ അവർ പല കാര്യങ്ങളും കൊണ്ടുവരുവാനിടയായി. What is that Sabbath day's journey? ഒരു ശബത്ത് നാളിന്റെ ദൂരം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താകുന്നു? All the other 6 days you can go any distance. മറ്റേ എല്ലാ 6 ദിവസക്കാലവും എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോവാൻ കഴിയും. But on the Sabbath day there's only a particular distance, you should not walk more than that. എന്നാൽ ശബത്ത് നാളിൽ ഒരു പ്രത്യേക ദൂരം അവർ വെച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ നടന്നു പോവാൻ പാടില്ല, അത്രയും മാത്രമേ നടന്നു പോകാവൂ. This is not in the Bible, this was included by certain human beings. They gave human restriction. Sabbath day, don't go out. If you go out, only so much, then come back. ഇത് തിരുവെഴുത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല, ചില മനുഷ്യർ ഇങ്ങനെ ഉണ്ടാക്കിയതാകുന്നു. ശബത്ത് നാളിൽ അധികം ദൂരം പോകുവാൻ പാടില്ല, അവർ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു പരിധി വരെ മാത്രമേ നടന്നു പോകാൻ കഴിയൂ. So that became a meaningless tradition. അതൊരു അർത്ഥമില്ലാത്ത അർത്ഥശൂന്യമായ ഒരു പാരമ്പര്യമായി തീർന്നു. But when Jesus came, എന്നാൽ യേശു വന്നപ്പോൾ his disciples were eating on the Sabbath day, walking on the Sabbath day. തന്റെ ശിഷ്യന്മാർ ശബത്ത് നാളിൽ ഭക്ഷിക്കുവാൻ തുടങ്ങി, അവർ നടക്കുവാൻ തുടങ്ങി. So Jesus started, so the Pharisees and those observers of the Sabbath became very angry with Jesus and his disciples. ആകയാൽ ശബത്തിനെ ആചരിച്ചവരും പരീശന്മാരുമെല്ലാം യേശുവിന്റെ ശിഷ്യന്മാരോട് വളരെ കോപത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. Then Jesus gave meaning to the Sabbath day. അപ്പോൾ യേശു ശബത്തിന് ഉള്ള അർത്ഥം പറഞ്ഞു കൊടുക്കുവാൻ ഇടയായി. He said, I am the one who taught what Sabbath day is, and you are trying to accuse me, is it? ഞാനാകുന്നു നിങ്ങളെ ശബത്ത് എന്നൊന്ന് പഠിപ്പിച്ചവൻ, ഇപ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറയുന്നുവോ? The Son of Man is Lord of the Sabbath also. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. Then another thing that Jesus said, വേറൊരു കാര്യം കൂടി യേശു പറയുവാനിടയായി.
The Sabbath is made for man, not man for the Sabbath. ശബത്ത് ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാകുന്നു, അല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചത് ശബത്തിന് വേണ്ടിയല്ല. The third thing that Jesus said, യേശു പറഞ്ഞതായ മൂന്നാമത്തെ കാര്യം, it is okay to do good or do well on the Sabbath day. ശബത്ത് നാളിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാകുന്നു നല്ലത്? So there are so many things that we can do in church, in our activities during services as a force of habit, but we have lost its meaning. It's just become a vain tradition. ആകയാൽ നമ്മുടെ സഭകളിൽ നാം വ്യർത്ഥമായ പാരമ്പര്യങ്ങളാൽ നാം ശീലിച്ചു പോകുന്നത് കൊണ്ട് അനേക കാര്യങ്ങൾ അർത്ഥം മനസ്സിലാക്കാതെ നമുക്ക് ചെയ്യുവാൻ കഴിയും. So God was getting angry with these saints and is calling them and correcting them. You're offering sacrifices, but what's the use? ആകയാൽ ദൈവം ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ കൂട്ടിവരുത്തി ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള പലവിധമായ യാഗങ്ങൾ കഴിക്കുന്നുവല്ലോ, ഇതിന്റെ എല്ലാം പ്രയോജനം എന്താകുന്നു? The second meaning of the word tradition. പാരമ്പര്യം എന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം. The first meaning is doing something without understanding its meaning. അതിന്റെ ഒന്നാമത്തെ അർത്ഥം ഇതാകുന്നു, എന്തെങ്കിലും ചെയ്യുന്ന കാര്യം അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ നാം ചെയ്യുന്നത്. The second is doing something without the heart being involved. രണ്ടാമതായി ഹൃദയം ആ കാര്യത്തിൽ അല്പം പോലും ഉൾപ്പെടാതെ ആ കാര്യം ചെയ്യുന്നു. So whatever we do in Christian life, God wants our heart to be involved in that deed. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഹൃദയം കൂടി ഉൾപ്പെടണമെന്നാകുന്നു കർത്താവ് നമ്മെ പറ്റി വാഞ്ചിക്കുന്നത്. In his days, Jesus warned about certain Jews about them, and he said, "They come to me with their lips, but their heart is far from me." തന്റെ ദിനങ്ങളിൽ യേശു ചില യഹൂദന്മാരെ പറ്റി പ്രകാരം പറയുവാനിടയായി തീർന്നു. അവർ അതരം കൊണ്ട് എന്നെ ബഹുമാനിച്ച് എന്റെ അടുക്കൽ വരുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് വിദൂരമായിരിക്കുന്നു. Just like we are a trinity, we have a spirit, soul and body. നമുക്ക് ദേഹം, ദേഹി, ആത്മാവ് എന്ന് തൃത്വഭാവങ്ങൾ ഉള്ളതുപോലെ when we say praise the Lord, that pronunciation, that praise the Lord, that stotram is also a trinity. ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നതായ ആ സ്തോത്രത്തിലും ഒരു തൃത്വം ഉണ്ട്. The utterance with our lips of the word praise the Lord, that's the body of that praise the Lord. ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നതായ നാം ഉച്ചരിക്കുന്നതായ ആ വാക്കുകൾ തന്നെ തൃത്വത്തിന്റെ രൂപം ഉൾക്കൊള്ളുന്നതാകുന്നു. That stotram, that utterance, that pronunciation is the body of praise the Lord. സ്തോത്രം എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നതിന്റെ ശരീരരൂപമാകുന്നു. That pronunciation is the body. ആ ഉച്ചാരണം എന്നത് അതിന്റെ ശരീരരൂപമാകുന്നു. But behind that pronunciation there is a gratitude that wells up in our heart. എന്നാൽ നാം അത് ഉച്ചരിക്കുമ്പോൾ അതിന്റെ പുറകിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു നന്ദി ഉണ്ടായിരിക്കണം. Or there will be a worship and adoration that wells up in the heart when we say praise the Lord. ദൈവത്തിന് സ്തോത്രം എന്ന് പറയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ഉയരുന്ന ഒരു ആരാധനാ മനോഭാവം അല്ലെങ്കിൽ നന്ദി കരേറ്റുന്നതായ ഒരു ഹൃദയം നമുക്കുണ്ടാകണം. That's the soul of praise the Lord. അതാകുന്നു ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നതിന്റെ പ്രാണൻ. Then thirdly, when we say praise the Lord, we have to think of God in our mind and meditate on him and then say praise the Lord. That's the spirit of praise the Lord. മൂന്നാമതായി നാം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുമ്പോൾ ദൈവത്തെ പറ്റി ചിന്തിച്ചു വേണം നാം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാൻ. അത് ഇതിന്റെ ആത്മാവാകുന്നു. So if we just say praise the Lord without an emotion in our heart, without thinking of God in our mind, that's called a dead body. നാം ഹൃദയത്തിൽ ഏതോ ഒരു വികാരം ഉണ്ടായതുകൊണ്ട് നാം വാക്കുകൊണ്ട് വെറുതെ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് ചത്ത ശവശരീരം പോലെയാകുന്നു. That's why in Hebrews chapter 9 verse 14 we read how the Holy Spirit purges our conscience from dead works, from traditions, to serve the living God. അതുകൊണ്ടാകുന്നു എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി ശുദ്ധീകരിക്കും എന്ന് കാണുന്നത്. We all give tithes, 1/10 of our earnings. നാം എല്ലാവരും നമ്മുടെ സമ്പാദ്യത്തിന്റെ ദശാംശം കാണിക്കയായി കൊടുക്കുന്നവരാകുന്നുവല്ലോ. But there's something strange in the Bible about tithes. എന്നാൽ കാണിക്കയെ പറ്റി, ദശാംശത്തെ പറ്റി തിരുവഴുത്തിൽ ചില വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. Tithes is emphasized only in the Old Testament. കാണിക്ക അല്ലെങ്കിൽ വഴിപാട് എന്നത് പഴയ നിയമത്തിലാകുന്നു കൂടുതൽ അതിന് ഊന്നൽ നൽകി പറഞ്ഞിരിക്കുന്നത്. In the New Testament you don't find any verses telling in the new covenant, you don't find God telling
through St. Paul or saying you must pay your tithes. Be faithful in your tithes. പുതിയ നിയമത്തിൽ ഏതെങ്കിലും വിശുദ്ധന്മാരിൽ കൂടെയോ പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസിനെ പോലെയുള്ള അപ്പോസ്തലന്മാരിൽ കൂടെയോ നിങ്ങൾ കാണിക്ക കൊടുക്കണം, ദശാംശം Not offering tithes. നിങ്ങൾ ദശാംശം കൊടുക്കണം എന്നുള്ളത് അധികമായി ഊന്നൽ പറഞ്ഞെവിടെയും ദൈവം കൽപ്പിച്ചിട്ടില്ല. Why? എന്തുകൊണ്ട്? In the old covenant it was an enforced law. 1/10 you must give to God. പഴയ നിയമത്തിൽ ദൈവത്താൽ നിർബന്ധിപ്പിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു 10 കൊടുത്തേ മതിയാകൂ. But in the new covenant, എന്നാൽ പുതിയ നിയമത്തിൽ we saw yesterday, we should not follow the letter, but God has a mind behind it. ഇന്നലെ നാം കാണുകയുണ്ടായി, പ്രമാണത്തിന്റെ അക്ഷരമല്ല നാം നോക്കേണ്ടത്, അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ മനസ്സാകുന്നു നാം ശ്രദ്ധിക്കേണ്ടത്. In the New Testament God says, God loveth a cheerful giver. പുതിയ നിയമത്തിൽ നാം ഇപ്രകാരം കാണുന്നു, സ്നേഹത്തോടെ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. So the giving must be from the heart, not just an amount from the hand. ആകയാൽ കൊടുക്കുക എന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കണം, അല്ലാതെ നമ്മുടെ കൈകളിൽ നിന്ന് ആയിരിക്കരുത്. So God says, if you're just going to give with the hand and not from the heart, it's better not to give. You are belonging to the old covenant, not the new covenant. ആകയാൽ ദൈവം അർത്ഥമാക്കുന്നത് ഇതാകുന്നു, നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് കൊടുക്കാതെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ നിയമത്തിലുള്ളവരല്ല, പഴയ നിയമത്തിൽ ഇപ്പോഴും ബന്ധിക്കപ്പെട്ടവരാകുന്നു. In the Old Testament itself, പഴയ നിയമത്തിൽ തന്നെ God said, if you are willing and obedient, you will eat the good of the land. പഴയ നിയമത്തിൽ നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദേശത്തിന്റെ നന്മ അനുഭവിക്കുമെന്ന് കാണുന്നു. Read that in Isaiah chapter 1 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം and verse 19. 1:19. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. If ye be willing and obedient, ye shall eat the good of the land. So if we're going to, we may obey, but with unwillingness or out of compulsion. God doesn't like that. ഒരു പക്ഷേ നാം അനുസരിച്ചേക്കാം, എന്നാൽ മനസ്സ് വെച്ച് നാം കേട്ടനുസരിക്കുന്നില്ലായിരിക്കാം. That's why our heart should be involved in everything. Whatever God tells us to do, we should do it willingly. അതുകൊണ്ട് നാം എന്തെല്ലാം ചെയ്യുവാനായി ദൈവം ആഗ്രഹിക്കുന്നുവോ, ദൈവം കൽപ്പിക്കുന്നുവോ, അതിലെല്ലാറ്റിലും നമ്മുടെ ഹൃദയം കൂടി ഉൾപ്പെട്ടിരിക്കണം. One day Jesus sat by the offering box. ഒരിക്കൽ യേശു കാണിക്ക വഞ്ചിയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. And in Mark chapter 12 and verse 41, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യത്തിൽ it's written why Jesus sat by the offering box. എന്തുകൊണ്ട് യേശു അവിടെ ഇരുന്നു എന്ന് നാം കാണുന്നു. Read that verse please. പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ. Enough. So here in Malayalam it's written, Jesus sat by the offering box to see the people putting their offerings. ഇവിടെ മലയാളത്തിൽ നാം കാണുന്നു, യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരുന്നത് അവിടെ പണം ഇടുന്നത് നോക്കുവാനായിരുന്നു. But in English there's an extra word there. ഇംഗ്ലീഷിൽ ഒരു അധികം വാക്ക് കൂടി ചേർത്തിരിക്കുന്നു. Jesus sat by the offering box to see how they put inside. യേശു അവർ ഭണ്ഡാരത്തിൽ ഇടുന്നത് എങ്ങനെയെന്ന് നോക്കുവാനാകുന്നു ഇരുന്നത്. Read that verse please. And Jesus sat over against the treasury and beheld how the people cast money into the treasury. How the people, he did not behold people casting money into the treasure, he beheld how they cast money into the treasure. യേശു പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല, മറിച്ച് എങ്ങനെ ഇടുന്നു എന്ന് നോക്കുകയായിരുന്നു. So when we give, God is watching the heart, not the amount. ആകയാൽ നാം ഇങ്ങനെ കൊടുക്കുമ്പോൾ ദൈവം നോക്കുന്നത് ആ പണത്തിന്റെ തുകയല്ല, നമ്മുടെ ഹൃദയത്തെ ആകുന്നു. You know, there is a verse in the New Testament. പുതിയ നിയമത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. It is a verse, it is something that Jesus said when he was on earth. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രസ്താവിച്ചതായ ഒരു കാര്യമാകുന്നു. But it's not in any of the Gospels. എന്നാൽ അത് മറ്റൊരു സുവിശേഷത്തിലും കാണപ്പെടുന്നില്ല. In the book of Revelation we see so many words of Jesus. വെളിപ്പാട് പുസ്തകത്തിൽ കൂടി യേശുവിന്റെ അനേക കാര്യങ്ങൾ നാം കാണുന്നു. But those are words that he uttered after his days on earth.
എന്നാൽ അതെല്ലാം യേശു ഈ ഭൂമിയിൽ നിന്ന് പോയതിനു ശേഷം താൻ പറഞ്ഞതായ കാര്യങ്ങളാകുന്നു. But there is something that Jesus spoke while he was on earth, but it's not in any of the gospels. എന്നാൽ യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പ്രസ്താവിച്ചതായ ഒരു കാര്യം ഒരു സുവിശേഷത്തിലും പറയാത്തതായിട്ട് ഒന്നുണ്ട്. It is in Acts chapter 20 and verse 35. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 35-ാം വാക്യം. It is better, it is more blessed to give than to receive. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. Jesus said it while he was on earth. കർത്താവായ യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പറഞ്ഞതാകുന്നു. It's not in any of the gospels, it's only here. അത് മറ്റൊരു സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല, ഇവിടെ മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ. When we get a good job, when we get a promotion, we testify. നമുക്ക് നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ, നമുക്ക് ഉദ്യോഗത്തിൽ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ നാം സാക്ഷി പറയാറുണ്ട്. We are grateful to God. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും. When we give, we are not supposed to testify, but we should realize it's a bigger blessedness. എന്നാൽ നാം കൊടുക്കുന്നതാകുന്നു ഏറ്റവും അധികം ഭാഗ്യം എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം, നാം സാക്ഷ്യം പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി. So when we praise God, ആകയാൽ നാം ദൈവത്തിന് സ്തോത്രം കരയറ്റുമ്പോൾ, when we serve God, നാം ദൈവത്തെ സേവിക്കുമ്പോൾ, when we fast and pray, നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, when we are asked to stand up or raise our hands or clap our hands or stand on our knees, നാം മുഴങ്കാലിൽ നിൽക്കുവാൻ പറയപ്പെടുമ്പോഴോ എഴുന്നേറ്റ് നിൽക്കുവാനോ കൈകൊട്ടി കർത്താവിനെ സ്തുതിക്കുവാനോ നമ്മോട് പറയുമ്പോൾ, if there's a willingness with that, അതിൽ നമുക്കൊരു മനസ്സോടെ നാം അത് ചെയ്യുന്നുവെങ്കിൽ, that's a music in the heart that God appreciates. ദൈവം അഭിനന്ദിക്കുന്നതായ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു സംഗീതമാകുന്നു അത്. We can do so many things outwardly to please human beings. Sometimes even servants of God might be pleased with what we do. നാം വെളിപ്രകാരമായി പുറമെ അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. ചിലപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷകർ കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് നിങ്ങളിൽ പ്രസാദിക്കുന്നവരാകും. But God knows the intentions and he can look into the deep recesses of the heart. എന്നാൽ ദൈവത്തിന് വാസ്തവമായി നമ്മുടെ അന്തരങ്ങളെ കാണുന്നവനാകൊണ്ട് നാം എന്ത് ഉദ്ദേശത്തോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ദൈവം നല്ലവണ്ണം അറിയുന്നു. So doing things without understanding its meaning is a tradition. ആകയാൽ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നത് പാരമ്പര്യമാകുന്നു. Doing things without the heart being involved is tradition. ആകയാൽ അടുത്തതായി ഹൃദയം പൂർണ്ണമായി ഉൾപ്പെടാതെ കാര്യങ്ങൾ ചെയ്യുന്നതും പാരമ്പര്യമാകുന്നു. Thirdly, doing things without God is tradition. മൂന്നാമതായി ദൈവത്തെ കൂടാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാരമ്പര്യമാകുന്നു. Everything that we do as God's children, as Christians, is associated or should be linked to God. നാം ദൈവത്തിന്റെ മക്കളായി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ബന്ധപ്പെട്ടുള്ളതായിരിക്കണം. Anything that we do without bringing God into the picture is tradition. ദൈവത്തെ ആ ചിത്രത്തിലേക്ക് കൊണ്ടുവരാതെ നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും അതെല്ലാം പാരമ്പര്യമാകുന്നു. Today this is Christmas season. ഇതിപ്പോൾ ക്രിസ്മസിന്റെ സമയമാകുന്നുവല്ലോ. We have Christmas cakes, നമുക്ക് ക്രിസ്മസ് കേക്കുകളുണ്ട്, Christmas carols, ക്രിസ്മസ് കരോളുകളുണ്ട്, and we have Christmas stars. ക്രിസ്മസിനായി സ്റ്റാറുകൾ, നക്ഷത്രങ്ങളുണ്ട്. So many things associated with Christmas. അനേക കാര്യങ്ങൾ ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Christmas trees, Christmas decorations, Christmas lights. ക്രിസ്മസ് ട്രീകളുണ്ട്, അതിനായി അലങ്കാരങ്ങളുണ്ട്, അതിന്റെ വെളിച്ചങ്ങൾ ഉണ്ട്. Christmas greetings. ക്രിസ്മസിൽ അന്യോന്യം അഭിനന്ദനങ്ങൾ, വന്ദനങ്ങൾ കൈമാറുന്നുണ്ട്. Christmas cards. ക്രിസ്മസിന്റെ കാർഡുകളുണ്ട്. Something is missing, but something is missing. എന്നിട്ടും ചിലത് ഇല്ലാതിരിക്കുന്നു. One thing is missing. ഒരു കാര്യം ഇല്ല, Jesus. യേശു. He's lost in all this garbage associated with Christmas. ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ചപ്പുകുപ്പുകൾക്കിടയിലും ക്രിസ്തു നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. So he is lost, everything else is there. മറ്റെല്ലാ കാര്യങ്ങളുമുണ്ട്, എന്നാൽ ക്രിസ്തുവിനെ കാണാതെ പോയി. That's called tradition. ഇതാകുന്നു പാരമ്പര്യം. That's why we don't celebrate Christmas. അതുകൊണ്ടാകുന്നു നാം ഇന്നും ക്രിസ്തുമസ് ആഘോഷിക്കാതിരിക്കുന്നത്. But we celebrate Christ not on December 25th, but on every day of the year. എന്നാൽ നാം ക്രിസ്തുവിനെ ഓരോ ദിവസവും, വർഷത്തിന്റെ ഓരോ ദിവസവും ക്രിസ്തുവിനെ തന്നെ ആഘോഷമായി കൊണ്ടാടുന്നു. So everything that we try to do disconnected with God becomes tradition. ആകയാൽ ദൈവത്തെ അകറ്റിക്കൊണ്ട് ദൈവവുമായി ബന്ധമില്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാരമ്പര്യമാകുന്നു. One day I saw a brother sitting on a mat.
ഒരു ദിവസം ഒരു സഹോദരൻ പായിലിരിക്കുന്നത് ഞാൻ കണ്ടു. Sitting on the mat for quite some time. അല്പസമയം കൊണ്ട് താൻ പായിലിരിക്കുകയായിരുന്നു. So I asked him, "What are you doing, brother?" ഉടനെ ഞാൻ ചോദിച്ചു, എന്താകുന്നു സഹോദരാ നീ ചെയ്യുന്നത്? He laughed and said, "I'm trying to pray." താൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുകയാകുന്നു. Because he was sitting down, he's trying to pray, but he's not able to pray. താൻ താഴെ ഇരിക്കുകയാകുന്നു, പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും പ്രാർത്ഥന ഉണ്ടാകുന്നില്ല. One pastor in Chennai said a few years ago, "Today prayer has become a very bitter experience to many people." ചില വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലുള്ള ഒരു പാസ്റ്റർ ഇപ്രകാരം പറയുകയുണ്ടായി, ഇന്ന് അനേകർക്കും പ്രാർത്ഥന എന്നത് ഒരു കൈപ്പേറിയ അനുഭവം പോലെ ആകുന്നു. Read Hosea chapter 8 and verse 14. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 14-ാം വാക്യം നാം വായിച്ചാൽ, ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനെ മറന്ന് മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. Enough. For Israel hath forgotten his maker and buildeth temples. So this is another definition of tradition. ഇതാകുന്നു പാരമ്പര്യത്തിന്റെ മറ്റൊരു നിർവചനം. We have forgotten our maker, we have forgotten God, and we are doing many things in the name of God. നാം ദൈവത്തെ വാസ്തവമായി മറന്നുകൊണ്ട് അതേ ദൈവത്തിന്റെ പേരിൽ അനേക കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. So today we are praying to God, but we have forgotten God. He is not in the picture, but we are doing some kind of prayer. That's why it's so boring to pray. ഇന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്നാൽ ദൈവം തന്നെ ചിത്രത്തിലില്ലാതെ ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെ മടുപ്പുളവാക്കുന്ന ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു. Today personal prayer, getting up for morning praising, family prayer, all this is dwindling. It's getting lesser and lesser in homes. ഇന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ, 4 മണിക്ക് എഴുന്നേൽക്കുന്ന സ്തോത്ര ആരാധന, വ്യക്തിപരമായ പ്രാർത്ഥന, ഇതെല്ലാം മങ്ങി തുടങ്ങിയിരിക്കുന്നു. നാളുകൾ ചെല്ലുന്തോറും ഇതെല്ലാം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. Many youngsters common complaint is, "I'm not able to pray, I'm not able to pray." That's their common complaint. അധികം യൗവനക്കാരുടെയും ഒരേ ഒരു പരാതി ഇതാകുന്നു, എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നതേ ഇല്ല എന്ന്. Recently an independent pastor in South India, he was scolding his congregation. അടുത്തിടെയായി ദക്ഷിണേന്ത്യയിൽ ഉള്ള ഒരു സ്വതന്ത്ര സഭയിലെ പാസ്റ്റർ തന്റെ സഭയിലുള്ളവരെ വഴക്ക് പറയുകയായിരുന്നു. There are some who keep saying, I'm not able to pray. അതിൽ ചിലവർ എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. He's telling that in his sermon. അങ്ങനെ താൻ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. He says, "Aren't you ashamed to say that? Are you a Christian?" നീ ഒരു ക്രിസ്ത്യാനി ആകുന്നുവോ? ഇങ്ങനെ പറയാൻ നിനക്ക് ലജ്ജയില്ല എന്ന് താൻ ചോദിച്ചു. Have you ever said, "I'm not able to eat"? That alone you can do. നീ എനിക്ക് ആഹാരം ഭക്ഷിക്കുവാൻ കഴിയുന്നില്ല എന്ന് നീ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന് നിനക്ക് സാമർത്ഥ്യമുണ്ട്. I can't pray. Be ashamed to say such a thing. എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. നിനക്ക് ലജ്ജയില്ലേ ഇങ്ങനെ പറയുവാൻ? But it's shamefully true. Prayer has become a big challenge for Christians. We are so busy with so many things. We can do work in the house of God. We can roll mats in the house of God. We can serve food in the house of God. We can do building work in the house of God. You ask us to kneel down and pray. Maybe when everyone is together we can. But to sit alone and pray is such a challenge. എന്നാൽ ലജ്ജാകരമായ സത്യം എന്നത് നമുക്കിപ്പോൾ പ്രാർത്ഥനയിൽ അല്പം പോലും താല്പര്യമില്ല എന്നതാകുന്നു. ദൈവത്തിന്റെ സഭയിൽ കടന്നു വന്നിട്ട് പായികളെ വിരിക്കുവാൻ കഴിഞ്ഞേക്കാം, മറ്റ് പല കാര്യങ്ങളും ദൈവത്തിന്റെ വീട്ടിൽ അനേക ജോലികൾ നമുക്ക് വിശ്രമം കൂടാതെ ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അല്പം നേരം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ, ഒരുപക്ഷെ ഒരു കൂട്ടത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ കഴിഞ്ഞേക്കാം. വ്യക്തിപരമായ നിലയിൽ അങ്ങനെ ചെയ്യുവാൻ പറഞ്ഞാൽ അനേകർക്ക് ഇന്ന് അതൊരു വലിയ വെല്ലുവിളിയാകുന്നു. The reason is because we are praying being disconnected from God. എന്നാൽ ഇതിന്റെ കാരണം എന്നത് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ബന്ധമില്ലാതെ ദൈവത്തോട് യോജിക്കാതെ ആകുന്നു. That's why it's so boring. That's why we can't close our eyes. That's why we want to finish our prayer quickly. അതുകൊണ്ടാകുന്നു നമുക്ക് ഇത് മടുപ്പുളവാക്കുന്നത്. കണ്ണുകൾ പോലും അടയ്ക്കുവാൻ കഴിയുന്നില്ല. പെട്ടെന്ന് പ്രാർത്ഥന തീർക്കണമെന്നാകുന്നു നമ്മുടെ ചിന്ത. The Bible says in the last days the love of many will wax cold. തിരുവെഴുത്ത് പ്രകാരം പറയുന്നു, അന്ത്യനാളുകളിൽ അനേകരുടെ സ്നേഹം തണുത്തു പോവാനിടയാകും. The Bible says there will be a form of godliness in the last days, but people will deny the true power of God. തിരുവെഴുത്ത് പ്രകാരം പറയുന്നു, അന്ത്യനാളുകളിൽ ദൈവഭക്തിയുടെ ഒരു വേഷം ഉണ്ടായിരിക്കും, എങ്കിലും അവർ അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. We are called God's covenant people. We are called His peculiar treasure, kings and priests and plenty of big names that God gives us. നമുക്ക് ദൈവം അനേക വലിയ നാമങ്ങൾ നൽകിയിട്ടുണ്ട്. നാം ദൈവത്തിന്റെ നിയമിക്കപ്പെട്ട ജനമാകുന്നു. അവന്റെ പ്രത്യേക സമ്പത്താകുന്നു. രാജകീയ പുരോഹിത വർഗമാകുന്നു.
But our hearts have become so hard and bound by tradition that to spend some time with our maker, our lover, our husband is such a challenge for us. എന്നാൽ നമ്മുടെ ഹൃദയം ഇപ്പോൾ വളരെ കഠിനതയേറിയ ഒരു അവസ്ഥയിൽ എത്തിപ്പോയിരിക്കുന്നു. നമ്മുടെ സൃഷ്ടിതാവിനോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ പ്രിയതമനോട് അല്പം സമയം ചെലവഴിക്കുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. I was telling some of the youngsters in my congregation, pray for half an hour every day. എന്റെ സഭയിലുള്ള ചില യൗവനക്കാരോട് ഞാൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഒരു ദിവസം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. But they found it so difficult to live like that. എന്നാൽ അതുപോലെ ഒന്ന് ജീവിക്കുവാൻ അവർക്ക് വളരെ പ്രയാസമായി തോന്നി. The devil has cramped in so many other things into our daily agenda that prayer has moved out. പിശാച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളിൽ അനേക കാര്യങ്ങളെ നമുക്ക് കൂട്ടി നൽകിക്കൊണ്ട് പ്രാർത്ഥന എന്നത് മറന്നുപോയി, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് നാം നമ്മെ തന്നെ അകറ്റുകയാകുന്നു. Sometimes we are very busy. ചില സമയത്ത് നമുക്ക് വളരെ തിരക്കുണ്ട്. It's not lack of time. അത് സമയത്തിന്റെ കുറവല്ല, It's lack of God. അത് ദൈവത്തിന്റെ കുറവാകുന്നു. If we have God, no matter how busy we are, we will have time to pray. നമുക്ക് ദൈവമുണ്ടെങ്കിൽ നാം എത്ര തിരക്കേറിയ മനുഷ്യരാകുന്നുവെങ്കിലും പ്രാർത്ഥിപ്പാൻ നമുക്ക് സമയമുണ്ടായിരിക്കും. Pastor T.U. Thomas once said, പാസ്റ്റർ ടി.യു. തോമസ് അവറുകൾ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, some people complain 24 hours is not enough for me. ചില ജനങ്ങൾ വന്ന് എന്നോട് പരാതി പറയാറുണ്ട്, എനിക്ക് 24 മണിക്കൂർ തികയുന്നില്ല എന്ന്. It's not enough for me. അതെനിക്ക് മതിയാകുന്നില്ല എന്ന്. So pastor said, it is God who's given us 24 hours. അപ്പോൾ പാസ്റ്റർ അതിന് മറുപടി പറഞ്ഞു, ദൈവമാകുന്നു നിങ്ങൾക്ക് 24 മണിക്കൂർ തന്നിരിക്കുന്നത്. So if you are really linked to God, He will provide the time within the 24 hours that He has provided to spend time with Him. അങ്ങ് ദൈവമാകുന്നു നിങ്ങൾക്ക് 24 മണിക്കൂർ തന്നതെങ്കിൽ ആ 24 മണിക്കൂറിനുള്ളിൽ തന്നെ തന്നോട് ചെലവഴിക്കേണ്ടതിനുള്ള സമയം ദൈവം നിശ്ചയമായും നിങ്ങൾക്ക് നൽകും. It's because you are de-linked from God that you are spending your time in wrong things, so prayer has moved out of your life. ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് കൊണ്ടാകുന്നു നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ദൈവവുമായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിപ്പാൻ ഇല്ലാതെ പോകുന്നത്. So no time to pray is not the excuse. It's no heart to pray. God is not in our lives. ആകയാൽ പ്രാർത്ഥിപ്പാൻ സമയമില്ല എന്ന് പറയുന്നത് ഒരു ഒഴിവഴിവല്ല, അത് ദൈവം വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് ചെയ്യുവാൻ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാകുന്നു. Dear brother, dear sister, if there's no personal prayer in our life, it is a sign, a definite sign of backsliding. പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ അത് പിന്മാറ്റത്തിന്റെ ഏറ്റവും ഉറപ്പുള്ള ഒരു അടയാളമാകുന്നു. You may be doing so many ministries, നിങ്ങൾ ഒരുപക്ഷെ അനേക ശുശ്രൂഷകൾ ഇവിടെ ചെയ്തേക്കാം. but if you don't have that a practice of spending time alone with God, നിങ്ങൾക്ക് വ്യക്തിപരമായി തനിയെ ദൈവത്തോട് സമയം ചെലവഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കില്ലെങ്കിൽ we are backsliders. നാം പിന്മാറ്റക്കാർ തന്നെ. It is a truth that we have to acknowledge. നാം അറിഞ്ഞ് സമ്മതിക്കേണ്ടുന്ന ഒരു സത്യം അതാകുന്നു. You know, God made a covenant with Noah, He made a covenant with David, He made a covenant with Abraham, He made a covenant to all Israel through Moses. We all heard of that in the past days. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ ദൈവം നോഹയും അബ്രഹാമും ദാവീദും ഇസ്രായേൽ മക്കളുമായി എല്ലാം മോശയിൽ കൂടിയെല്ലാം അനേക നിയമങ്ങൾ ഉടമ്പടികൾ ചെയ്തു എന്ന് നാം കേട്ടുവല്ലോ. But whenever God made covenants with these people, God was thinking far away about us. എന്നാൽ എപ്പോഴെല്ലാം ദൈവം അവരോട് നിയമം ചെയ്തുവോ ദൈവം ദീർഘവീക്ഷണത്തിൽ നമ്മെ പറ്റി അല്ലയോ ചിന്തിച്ചത്. We are God's dream. നാം ദൈവത്തിന്റെ സ്വപ്ന ദർശനങ്ങളിൽ ദൈവത്തിന്റെ മനസ്സിൽ ഉള്ളവരായിരുന്നു. So we are God's dream. That means God has always been having a dream about us, always daydreaming about us, imagining about us, and now the dream has come true. We are all here. ദൈവത്തിന് നമ്മെ പറ്റി എപ്പോഴും നല്ല സ്വപ്നമായിരുന്നു. ദൈവം തന്റെ സ്വപ്നത്തിൽ നമ്മെ ആയിരുന്നു കണ്ടിരുന്നത്. അന്ന് അവൻ കണ്ടതുകൊണ്ട് ഇന്ന് നാം എല്ലാവരും ഇപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. The dream has come true. ഇന്ന് അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. He has so much of anticipation and expectation about us. ആകയാൽ അവന് നമ്മെ പറ്റി അത്രയധികമായ പ്രതീക്ഷകളാകുന്നു അർപ്പിച്ചിരിക്കുന്നത്. We have traditionally fallen away and we have become part of those saints whom God is having to gather together and warn. എന്നാൽ നാമോ പല പാരമ്പര്യ കാര്യങ്ങളിലും നാം വീണുപോയി ദൈവം ഒരു കൂട്ടം വിശുദ്ധന്മാരെ ന്യായവിധിക്കായി വിളിച്ചു കൂട്ടുന്നു. ആ കൂട്ടത്തിൽ നാം ആയി പോയിരിക്കുന്നു. Some time ago I was thinking like this. ചില നാളുകൾക്ക് മുമ്പായി ഞാൻ ഇപ്രകാരം ചിന്തിച്ചു. Christian life is like a relay race.
ക്രിസ്തീയ ജീവിതം എന്നത് ഒരു ഓട്ടപ്പന്തയം പോലെയാകുന്നു. In a relay race, there are many runners in one team. ഒരു ഓട്ടപ്പന്തയത്തിൽ ഒരു ടീമിൽ അനേകർ ഓടുവാനിടയാകും. When the whistle is blown or the gun is shot, one man takes the baton or the stick in his hand and starts running. അതിന്റെ വിസിൽ മുഴങ്ങുമ്പോൾ അല്ലെങ്കിൽ വെടിയൊച്ച കേൾക്കുമ്പോൾ ആ ടീമിലുള്ള ഒരാൾ ആ ബാറ്റൺ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ കോൽ പിടിച്ചുകൊണ്ട് ഓടുവാൻ തുടങ്ങും. Then after a certain distance, he hands it over to another man who starts running. അതിനുശേഷം അല്പദൂരം കഴിയുമ്പോൾ തന്റെ കയ്യിലുണ്ടാകുന്ന ആ ബാറ്റൺ തന്റെ ടീമിൽ തന്നെയുള്ള വേറൊരു വ്യക്തിക്ക് കൊടുക്കും. അവിടെ നിന്ന് ആ വ്യക്തി ഓടുവാൻ തുടങ്ങും. After some time, that second person hands it over to the third person who starts running. അല്പസമയത്തെ ഓട്ടത്തിന് ശേഷം ഈ രണ്ടാമത്തെ വ്യക്തി മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഈ ബാറ്റൺ കൈമാറി ആ വ്യക്തി ഓടുവാൻ തുടങ്ങും. Christian life is like that. ക്രിസ്തീയ ജീവിതം ഇതുപോലെ ആകുന്നു. Our forefathers took the torch of salvation and ran well and handed it over to the next generation. They handed it over to the next generation. They handed it over to the next generation, and now it's in our hands. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആ ദീപശിഖ കൊളുത്തി അവർ ഓട്ടം ആരംഭിച്ചു. അടുത്ത തലമുറയ്ക്ക് അത് കൈമാറി, അടുത്ത തലമുറയ്ക്ക് അത് കൈമാറി, അങ്ങനെ അനേക തലമുറകൾ കൈമാറി. ഇപ്പോൾ അത് നമ്മുടെ കയ്യിലെത്തിയിരിക്കുകയാകുന്നു. Okay, I'm asking you a question. ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. In a relay race, ഒരു ഓട്ടപ്പന്തയത്തിൽ where are the fastest runners? Where will they be? എവിടെയാകുന്നു ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാർ? എവിടെ കാണപ്പെടും? In the beginning or in the end? അവർ ആദ്യമായിരിക്കുമോ അവസാനമായിരിക്കുമോ? In the end. അവർ അവസാനമായിരിക്കും. Why? എന്തുകൊണ്ട്? In case the previous runners slow down for any reason, these fast runners have to make up in the end and run fast. ഒരുപക്ഷെ മുൻപേ ഓടിയവർ അല്പം താമസിച്ചു പോയെങ്കിൽ അതുകൂടി കണക്കിലാക്കിക്കൊണ്ടാകുന്നു പിന്നീട് ഓടുന്നവർ തങ്ങളുടെ വേഗം വർദ്ധിപ്പിച്ച് ഓടുവാനിടയായിത്തീരും. In the Christian race, who are the last runners? ആകയാൽ ഈ ക്രിസ്തീയ ഓട്ടപ്പന്തയത്തിൽ ഈ അവസാനം ഓടുന്നവർ ആരാകുന്നു? We are the last runners. നാം ആകുന്നു അവസാനമായി ഓടിക്കൊണ്ടിരിക്കുന്നവർ. Unfortunately, we are the slowest. എന്നാൽ നിർഭാഗ്യവശാൽ നാം ആകുന്നു ഏറ്റവും വേഗതയില്ലാത്തവരും. Our forefathers ran so well, so fast. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അതിവേഗം അവർ ഓടുന്നവരായിരുന്നു. We are so lazy, so foolish. എന്നാൽ നാം വളരെ മൂഢരും നാം വളരെ മടിയരുമായി തീർന്നിരിക്കുന്നു. In the youth camp syllabus that took place a month ago, ഒരു മാസം മുൻപ് നടന്ന യുവജന ക്യാമ്പിന്റെ സിലബസിൽ the end or the last day of Saint Andrew, who was one of the 12 disciples of Jesus, was described. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്ന അന്ത്രയോസിന്റെ അന്ത്യ നാളുകളെ പറ്റി അതിൽ കുറിച്ചിരുന്നു. Peter's brother. അത് പത്രോസിന്റെ സഹോദരനായിരുന്നു. So they took him and showed him the cross. They took him and showed him his cross. അവർ അവനെ വിളിച്ച് തന്റെ ക്രൂശിനെ കാണിച്ചു. And this is the cross on which you're going to die. നീ മരിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ നിന്നെ ക്രൂശിച്ചു കൊല്ലുവാൻ പോകുന്ന ക്രൂശ് ഇതാകുന്നു. It was an X-shaped cross. അത് എക്സ് ആകൃതിയിലുള്ള ഒരു ക്രൂശായിരുന്നു. You know what he did when he saw it? അത് കണ്ടപ്പോൾ ഈ വ്യക്തി എന്താകുന്നു ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? What would we have done? നാം എന്തായിരിക്കും ചെയ്യുന്നത്? We would have knelt down there and said, please Lord, give me one more chance, please forgive all my sins. ഒരുപക്ഷെ നാം ഉടനെ തന്നെ നമ്മുടെ മുഴങ്കാലിൽ അവിടെ തന്നെ ഇരുന്ന് എന്റെ കർത്താവേ ഒരിക്കൽ കൂടി എനിക്കൊരു അവസരം തരണമേ, എന്റെ പാപങ്ങളെ എല്ലാം ക്ഷമിക്കണമെന്ന് കരഞ്ഞു വിലപിക്കുമാ. You know what he did? താൻ എന്ത് ചെയ്തു എന്ന് അറിയാമോ? He started speaking to the cross. ആ ക്രൂശിനോട് താൻ സംസാരിക്കുവാൻ തുടങ്ങി. Oh cross, you know how many days I've been waiting for you. എന്റെ ക്രൂശേ എത്ര നാൾ കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. What a privilege it is for me to be crucified on such a place where my Lord, my beloved, was crucified. എന്റെ പ്രിയതമനായ എന്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇങ്ങനെയുള്ള ഒരു ക്രൂശിന്മേൽ എനിക്കും ക്രൂശിക്കപ്പെടുവാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. And then they hung him on a cross. അവർ അങ്ങനെ തന്നെ ക്രൂശിൽ തറയ്ക്കുവാനിടയായി. So his 2 hands and 2 feet also became X-shaped on that cross. അങ്ങനെയുള്ള ആകൃതിയിൽ ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് തന്റെ ഇരു കരങ്ങളും ഇരു കാലുകളും എക്സ് ആകൃതിയിലായി പോയി. He was not nailed. If he was nailed, he would have died fast. He was tied to the cross, his hands and feet. So he hung there for 3 days. തന്നെ ആണികൊണ്ട് അടിച്ച് തന്നെ അവിടെ ക്രൂശിൽ തറച്ചിരുന്നുവെങ്കിൽ പെട്ടെന്ന് ഒരുപക്ഷെ മരിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെ അവർ ചെയ്തില്ല. ഈ എക്സ് ആകൃതിയിലുള്ള ക്രൂശിൽ അവർ അവരെ വരിഞ്ഞ് കെട്ടിവെക്കുകയായിരുന്നു. അതുകൊണ്ട് 3 ദിവസം എടുത്തു ഈ വിശുദ്ധൻ മരിക്കുവാൻ. While he was hanging on the cross 3 days and 3 nights, ഈ 3 പകലും 3 രാത്രിയും ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ people came to watch him hanging. അനേക ജനങ്ങൾ തന്നെ തൂങ്ങിക്കിടക്കുന്നതായി കാണുവാനായി വന്നു. He started encouraging the believers and said, "Oh believers, be strong in the faith, stand for the name
name of Jesus, stand for the truth, and so on. അവിടെയുള്ള വിശ്വാസികളെ കൂടി താൻ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എന്റെ പ്രിയ വിശ്വാസികളെ, നിങ്ങൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക, ക്രൂശിന് വേണ്ടി, കർത്താവിന് വേണ്ടി എന്നേക്കും നിലനിൽക്കണമെന്ന് താൻ അവരെ പ്രബോധിപ്പിക്കുകയത്രേ ചെയ്തത്. Then you know what some believers did? അപ്പോൾ ചില വിശ്വാസികൾ എന്താകുന്നു ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? Like we would have done today, they immediately went to the Roman authorities and tried to use influence to allow him to come down from the cross, to release him. അപ്പോൾ നാം ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നാം ചെയ്യുന്നത് പോലെ താൻ ഉടനെ റോമൻ അധികാരികളുടെ അടുക്കൽ ചെന്ന് അവരുടെ സ്വാധീനം വെച്ച് ഈ വ്യക്തിയെ ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുവാൻ അവർ പരിശ്രമിച്ചു. And Andrew came to hear about that. ഇതിനെപ്പറ്റി അന്ത്രയോസ് കേൾക്കുവാനിടയായി. You know what Andrew did? അന്ത്രയോസ് എന്താകുന്നു ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? Just imagine hanging there in the sun, in the cold, 3 days, no food, no water. സൂര്യന്റെ ചൂടിലും അധികമായ ശീതത്തിലും തണുപ്പിലും താൻ 3 ദിവസം 3 പകലും രാത്രിയും ആഹാരം പോലും ഇല്ലാതെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. When he heard that the believers were trying to release him, തന്റെ കൂടെയുള്ള വിശ്വാസികൾ തന്നെ വിടുവിക്കേണ്ടതിനായി പ്രവർത്തിക്കുന്നു എന്ന് താൻ കേട്ട മാത്രയിൽ he immediately prayed. ഉടനെ താൻ പ്രാർത്ഥിച്ചു, Oh Lord, I was waiting for this day for so long. I have come so close to you now. I don't want to be released into the world of human beings again. Receive my spirit, O God. എന്റെ കർത്താവേ, ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാംക്ഷിച്ചു കൊണ്ടിരുന്നത്. ഇനിയും ഈ മനുഷ്യർ താമസിക്കുന്ന ഈ ദുഷ്ടലോകത്തിലേക്ക് സ്വാതന്ത്ര്യപ്പെട്ട് വിടുതൽ പ്രാപിച്ചു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. That saint is going to sit as an overcomer in the right hand of Jesus. ആ വിശുദ്ധൻ യേശുവിന്റെ വലതുഭാഗത്ത് സിംഹാസനത്തിന്മേൽ ജയാളിയായിരിക്കുവാൻ പോകുന്നു. Here we are becoming better and better and more prosperous in this world. So when we close our eyes and day, we're going to sit with Andrew, is it? ഇവിടെ നാം സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് വളർന്നു വന്ന് നാം അക്ഷരീയമായ സമൃദ്ധിയിൽ വർദ്ധിച്ചു വന്നിട്ട് ഒരു നാളിൽ അന്ത്രയോസിന്റെ കൂടെ പോയി ഇരിക്കുമെന്നാകുന്നുവോ നിങ്ങൾ ചിന്തിക്കുന്നത്? How are we living our lives? നമ്മുടെ ജീവിതം നാം എങ്ങനെ കഴിച്ചുകൂട്ടുന്നു? Let us not be like those wicked saints doing what we like and hurting God. ആ ദുഷ്ടരായ വിശുദ്ധന്മാരെ പോലെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ദൈവത്തെ മുറിവേൽപ്പിക്കുന്നവരായി നാം മാറാതിരിക്കട്ടെ. Let us not be like those traditional saints who do things without meaning, without heart, without association with God. ആ പാരമ്പര്യ വിശുദ്ധന്മാരെ പോലെ അർത്ഥമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാതെ അനേക കാര്യങ്ങളെ ചെയ്തു കൂട്ടുന്നവരായും നാം മാറാതിരിക്കട്ടെ. Now God is coming back to that key verse. ഇപ്പോൾ നാം വീണ്ടും നമ്മുടെ കുറിവാക്യത്തിലേക്ക് വന്നാൽ, God is going to gather his saints who have made a covenant with him by sacrifice in his second coming. യാഗം കഴിച്ച് തന്നോട് നിയമം ചെയ്തവരായ ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. അവരെ തന്റെ രഹസ്യവരവിൽ രണ്ടാം വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ, അവരെ ചേർക്കുവാൻ അവൻ കടന്നു വരുന്നു. We all know that the main reason why we have come to this fellowship, this church, is so that we might become Christ-like, grow into the perfection of Christ, so that when Jesus appears, we can disappear from this world. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത ഇതാകുന്നു. നാം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന്റെ പ്രധാന ഉദ്ദേശം ക്രിസ്തുവിന്റെ സമ്പൂർണതയായ ആ പ്രായത്തിന്റെ അളവ്, ആ തികഞ്ഞ പുരുഷത്വം നാം പ്രാപിച്ച യേശുവിന്റെ വരവിൽ ഉൽപ്രാപണം പ്രാപിക്കുക എന്നുള്ളതാകുന്നു. But there are powers within us, the evil natures that are within us, and there are powers outside us, demons, that are trying to stop us from going when Jesus comes. എന്നാൽ യേശു വരുമ്പോൾ എടുത്തുകൊള്ളപ്പെടുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഉള്ളിൽ നിന്ന് പോരാടുന്ന ദുഷ്ട സ്വഭാവങ്ങൾ, ദുഷ്ടശക്തികളുണ്ട്. മറുവശത്ത് ദുഷ്ടരായ പിശാചുക്കൾ നമ്മുടെ വെളിയിൽ നിന്നും നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. Again I'm telling you, വീണ്ടും ഞാൻ പറയട്ടെ, there are evil natures within us and also demons outside us, both of which are trying to stop us from participating in the rapture. നമ്മുടെ ഉള്ളിൽ ചില ദുഷ്ട സ്വഭാവങ്ങൾ കാണപ്പെടുന്നു. നമുക്ക് വെളിയിൽ ദുഷ്ടാത്മാക്കൾ, പിശാചുക്കൾ നമ്മോട് പോരാടുന്നു. ഇത് രണ്ടും കൂടി ചേർന്ന് യേശുവിന്റെ വരവിൽ നാം എടുത്തുകൊള്ളപ്പെടുന്നതിന് തടസ്സം നിൽക്കുകയാകുന്നു. How do we know that? എന്നാൽ ഇത് നാം എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? In the Old Testament, when the Israelites were entering into the land of Canaan, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, that entering into Canaan is a shadow of us going when Jesus comes. അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത് നാം യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നതിന് തുല്യമാകുന്നു. There were 7 nations that entered in before them to try to stop them from entering into Canaan. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി 7 മഹാജാതികൾ അവർ അവിടെ പ്രവേശിക്കാതിരിക്കേണ്ടതിന് അവർക്ക് മുമ്പേ അവിടെ കടന്നിരുന്നു. Even so, these powers are not the powers of Egypt.
ഇപ്പോഴും ഇതെല്ലാം ഇസ്രായേലിയ ശക്തികളായിരുന്നില്ല. These are different powers. ഇത് വ്യത്യസ്തമായ ചില ശക്തികളാകുന്നു. Even so, there are powers that are of sin that are pursuing us. We were slaves to sin once upon a time. Those powers keep coming after us. ഒരിക്കൽ നാം പാപത്തിന്റെ അടിമകളായിരുന്നു. ഇന്നും ചില പാപത്തിന്റെ ശക്തികൾ നമ്മെ അടിമപ്പെടുത്തേണ്ടതിനായി നമ്മുടെ പുറകെ വരികയാകുന്നു. But there are a new set of demons waiting to prevent our rapture. എന്നാൽ നാം ഉൽപ്രാപണം പ്രാപിക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സം ചെയ്യേണ്ടതിനായി ഒരു കൂട്ടം ദുഷ്ടപിശാചുക്കൾ നമ്മെ കാത്തിരിപ്പുണ്ട്. And there are evil natures within us that are trying to hinder the rapture. നാം ഉൽപ്രാപണം പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം നമ്മെ തടസ്സം ചെയ്യേണ്ടതിനായി ചില ദുഷ്ട സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുമുണ്ട്. But see what God is doing. എന്നാൽ ദൈവം എന്താകുന്നു ചെയ്യുന്നത്? In this chapter, God is gathering his saints, two groups of them, and he is scolding them. ഈ അധ്യായത്തിൽ രണ്ട് കൂട്ടരായ വിശുദ്ധന്മാരെ അവൻ കൂട്ടിവരുത്തി അവരെ ശാസിക്കുകയാകുന്നു. He instructs them. അവർക്ക് ഉപദേശം നൽകുകയാകുന്നു. Then he gives them two promises, conditional promises. അതിനുശേഷം നിബന്ധനയുള്ള രണ്ട് വാഗ്ദത്തങ്ങൾ അവർക്ക് നൽകുന്നു. One promise we read in verses 14 and 15. ഒരു വാഗ്ദത്തം 14-15 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. He's speaking to the traditional saints. അത് പാരമ്പര്യ വിശുദ്ധന്മാരോട് അവൻ സംസാരിക്കുന്നതാകുന്നു. And see what he's telling them. ഇവിടെ എന്താകുന്നു താൻ അവരോട് പറയുന്നതെന്ന് നോക്കുക. Read verses 14 and 15. 14-15 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കാം, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. Offer unto God thanksgiving and pay thy vows unto the Most High, and call upon me in the day of trouble. I will deliver thee, and thou shalt glorify me. You make your sacrifices right. നിങ്ങളുടെ യാഗങ്ങൾ നേരാവണ്ണം അർപ്പിക്കുക. I am not asking for your cows and goats and birds. They all belong to me. Don't think you're trying to help me by these things. ഞാൻ നിങ്ങളുടെ കാളകളെയോ കോലാട്ടുകൊറ്റന്മാരെയോ മൃഗങ്ങളെയോ ജീവജാലങ്ങളെയോ അല്ല ചോദിക്കുന്നത്. ഇതെല്ലാം എന്റേതാകുന്നു. Offer thanksgiving from your heart. സ്തോത്രയാഗം എന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് അർപ്പിക്കുക. You have made covenants with me. Fulfill those vows. നീ എന്നോട് ചില നേർച്ചകളെ കഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ പൂർണ്ണമായി നീ നിറവേറ്റുക. Then call unto me in the day of trouble. അതിനുശേഷം നിന്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. When the 7 nations of Canaan try to stop you in the rapture. നിന്നെ ഉൽപ്രാപണം പ്രാപിക്കാതെ വണ്ണം നിന്നെ തടസ്സം ചെയ്യുന്നതായ 7 മഹാജാതികൾ നിന്നോട് പോരാടുമ്പോൾ Call upon me in the day of trouble. ആ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. Then I will deliver you from those powers. ആ ദുഷ്ടശക്തികളിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിപ്പാനിടയായി തീരും. And you will glorify me. അങ്ങനെ നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. Then he gives another promise to the wicked saints. മറുഭാഗത്ത് ദുഷ്ടരായ വിശുദ്ധന്മാർക്ക് മറ്റൊരു വാഗ്ദത്തം താൻ നൽകുന്നു. Set your life in order. നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. Order your conversation. നിങ്ങളുടെ സംഭാഷണങ്ങളെ ക്രമീകരിക്കുക. Read the last verse. അവസാന വാക്യം വായിക്കുക. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. Whoso offereth praise glorifieth me, unto him that ordereth his conversation aright will I show the salvation of God. If you order your conversation aright, നിങ്ങളുടെ നടപ്പിനെ നിങ്ങൾ ക്രമപ്പെടുത്തിയാൽ I will show the salvation of God. ഞാൻ ദൈവത്തിന്റെ രക്ഷയെ നിങ്ങൾക്ക് കാണിക്കും. In one sense, that's the final salvation. God says, gather my saints, come up hither. ഈ രക്ഷ എന്ന് പറയുന്നത് അന്ത്യരക്ഷയാകുന്നു. എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ എന്നുള്ള ദൈവത്തിന്റെ ആഹ്വാനമാകുന്നു. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. How are we following Jesus? എങ്ങനെയാകുന്നു നാം യേശുവിനെ പിൻപറ്റുന്നത്? Are we that wicked saints who hypocritically approach God, but there's a lot of filth within? അനേക മലിനതകൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ആ ദുഷ്ടരായ വിശുദ്ധന്മാരെ പോലെ കപടഭക്തിക്കാരായി നമ്മുടെ യേശുവിനെ പിൻഗമിക്കുകയാകുന്നുവോ? Or are we trying to follow Jesus as a matter of habit? അല്ല, മറുവശത്ത് നാം ശീലം കൊണ്ട് പാരമ്പര്യം കൊണ്ട് ദൈവത്തെ പിൻഗമിക്കുന്നവരാകുന്നുവോ? We are going to, Jesus just said in that last verse, he's telling to both saints, whosoever offereth praise glorifieth me. നാം അവസാന വാക്യത്തിൽ കർത്താവ് പറയുന്ന ആ കൂട്ടത്തിലാകണം. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. And as we praise God, we in our mind we are going to request Jesus, Lord, please set my conversation aright. അങ്ങനെ നാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്തുതികളിൽ കൂടി നാം ദൈവത്തോട് അപേക്ഷിക്കുകയാകുന്നു. കർത്താവേ, ദയവായി എന്റെ നടപ്പിനെ ക്രമപ്പെടുത്തണമേ. Lord, I don't want to belong to those wicked saints. അങ്ങനെയുള്ള ദുഷ്ടരായ ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. I don't want to belong to those traditional saints. ആ പാരമ്പര്യ വിശുദ്ധരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. Everything that I do, I want to do for you, with you, from the heart. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിനക്ക് വേണ്ടി
വേണ്ടി ആയിരിക്കട്ടെ, നിന്നോട് കൂടി ആയിരിക്കട്ടെ, എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നായിരിക്കട്ടെ. So as an exercise, now we are all going to praise God. അങ്ങനെ അതൊരു പരിശീലനമായി മാറ്റേണ്ടതിനായി നാം ഇപ്പോൾ എല്ലാവരും കർത്താവിനെ സ്തുതിക്കുവാൻ പോകുന്നു. We are going to praise God. നാം കർത്താവിനെ സ്തുതിക്കുവാൻ പോകുന്നു. Outside it's going to be the same stotram stotram. വെളിയിൽ നാം കേൾക്കുന്നത് അതേ സ്തോത്രം സ്തോത്രം എന്നുള്ള വാക്കുകളായിരിക്കാം. But this time these stotrams are going to be a trinity. എന്നാൽ ഇപ്പോൾ നമ്മുടെ സ്തോത്രം എന്നത് ഒരു ത്രിത്വ ഭാവമായി തീരുവാൻ പോകുന്നു. Let us close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us be on our knees. If our knees are strong, stand on your knees. നിങ്ങളുടെ കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ, മുഴങ്കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ മുഴങ്കാലിൽ നിന്നാട്ടെ. Again I'm telling you, don't do this out of compulsion. ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരു കാര്യമാകുന്നു, ഇത് ഏതെങ്കിലും ഒരു നിർബന്ധത്താൽ നിങ്ങൾ ചെയ്യേണ്ട. If you be willing and obedient, you will eat the good of the land. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. So if you are going to kneel down, this is not punishment. You love God, therefore you are kneeling in honor of Him. ഇപ്പോൾ നിങ്ങൾ മുഴങ്കാലുകൾ മടക്കുന്നത് ഏതോ ദൈവം നൽകുന്ന ശിക്ഷയായിട്ടല്ല. ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ മുഴങ്കാലുകളെ മടക്കുന്നു. You are honoring God by standing on your knees. നിന്റെ മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിധിയിൽ നിൽക്കുന്നതിലൂടെ ദൈവത്തെ ബഹുമാനിക്കുക എത്രേ ചെയ്യുന്നത്. We are going to further honor our God by lifting up our hands. അതിനുശേഷം നമ്മുടെ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് വീണ്ടും നമ്മുടെ ദൈവത്തെ നാം മാനിക്കുവാൻ പോകുന്നു. We are going to further honor our God by lifting up our voices. നമ്മുടെ ശബ്ദങ്ങളെ അധികമായി ഇനിയും ഉയർത്തിക്കൊണ്ട് നമ്മുടെ ദൈവത്തെ നാം അധികമായി ബഹുമാനിക്കുവാൻ പോകുന്നു. Now very important. ഇപ്പോൾ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, Think of God in your mind. നിങ്ങളുടെ മനസ്സിൽ ദൈവത്തെ പറ്റി മാത്രം ചിന്തിക്കുക. Let your heart say, Lord, please forgive me. നിങ്ങളുടെ ഹൃദയം ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. Please, I want to be joined to you. എനിക്ക് എങ്ങനെയെങ്കിലും നിന്നോട് ചേർന്നാൽ മതി. Forgive my tradition. കർത്താവേ എന്റെ പാരമ്പര്യങ്ങളെല്ലാം ക്ഷമിക്കണമേ. Forgive my wickedness. എന്റെ ദുഷ്ടതകളെല്ലാം ക്ഷമിക്കണമേ. Let your mind keep saying these things. നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. But let your lips say stotram stotram. എന്നാൽ നിങ്ങളുടെ ചുണ്ടുകൾ, അതരങ്ങൾ സ്തോത്രം സ്തോത്രം എന്ന വാക്കുകൾ ശബ്ദിച്ചുകൊണ്ടിരിക്കട്ടെ. Whoso offereth praise glorifieth me. ആരെല്ലാം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നുവോ അവർ എന്നെ അത്രേ മഹത്വപ്പെടുത്തുന്നത്. And he that sets his life right before me, I will show the salvation of God. ആരെല്ലാം തങ്ങളുടെ ജീവിതത്തിന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നുവോ അവർക്ക് എന്റെ രക്ഷയെ ഞാൻ കാണിച്ചു കൊടുക്കും. Let our praises not be dead works. Let there be living, powerful, transforming praises. നമ്മുടെ സ്തോത്രം എന്നത് മരിച്ച പ്രവൃത്തികളാകാതിരിക്കട്ടെ, അത് ജീവനുള്ളതും ശക്തിയേറിയതും അധികാരമുള്ളതുമായി തീരട്ടെ. Praise God. ദൈവത്തിന് സ്തോത്രം കരേറ്റുക. Stotram, stotram.